ഏറെ പുണ്യവും നിറഞ്ഞ ഒരു വലിയ മജ്ലിസിലാണ് നാം ഒത്തു ചേർന്നിട്ടുള്ളത്. കേരളത്തിലെയും കർണാടകത്തിലെയും അഹ്ലുസുന്നയുടെ വിശ്വാസികളുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ ആത്മീയതയുടെ സ്ഥാനം ഉറപ്പിച്ചു നിൽക്കുന്ന ആദരണീയരായ അലിക്കുഞ്ഞുസ്താദ്, അള്ളാഹുവെ നീ ദീർഘായുസ് നൽകണേ അല്ലാഹ്, നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്. ബഹുമാനപ്പെട്ടവർ നേതൃത്വം നൽകുന്ന ഈ ലത്തീഫിയ, അലിക്കുഞ്ഞുസ്താദിന്റെ പ്രകൃതി, സ്വഭാവം, പെരുമാറ്റം അതെല്ലാം എപ്പോഴും ഒരു കൃപയുടെയും ഒരു താഴ്മയുടെയും ഒരു കാരുണ്യത്തിന്റെയും രൂപമാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെയാണ് ഈ സ്ഥാപന സമുച്ചയത്തിന് നൽകിയിരിക്കുന്ന പേര് ലത്തീഫിയ. അത് ലുത്ഫാണ്, അഥവാ അത് വാത്സല്യമാണ്, അത് കൃപയാണ്, അത് കാരുണ്യമാണ്. ആ ലാളന, ആ കൃപ ലഭിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ഈ മജ്ലിസിന്റെ ബർക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ഞാന് ഏകദേശം ഒരു 300ഓളം കിലോമീറ്റർ യാത്ര ചെയ്ത് എന്നാലും ഇവിടെ എത്തണം എന്ന നിർബന്ധത്തിന് വന്നത്. അല്ലാഹു തആല നമ്മുടെ ഈ മജ്ലിസ് കബൂൽ ചെയ്യുമാറാവട്ടെ. ഖാജ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു തങ്ങളുടെ 804-ാം ഉറൂസ് മുബാറക്കാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കൊപ്പം മറ്റു മതവിശ്വാസികളും എല്ലാം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രാവശ്യത്തെ ഉറൂസ് മുബാറക്കിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ അജ്മീർ ഷരീഫിന്റെ മഖാമിന് മുകളിൽ വിരിക്കുന്ന പുടവ നൽകിയ സംഭവം നമ്മളൊക്കെ വാർത്തയിൽ അറിഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഖാജ തങ്ങളുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ റജബ് മാസം ഒട്ടേറെ സംഭവങ്ങൾ നമുക്ക് അയവിറക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട തങ്ങളവർകൾ ഈ സഭ ഉദ്ഘാടനം ചെയ്തു. ബഹുമാനപ്പെട്ട അലിക്കുഞ്ഞുസ്താദിന്റെ സാന്നിധ്യമുണ്ടായി. പ്രിയങ്കരനായ BS ഫൈസി അടക്കമുള്ള പലരും നമ്മോട് സംസാരിച്ചിട്ടും ഉണ്ട്. അല്ലാഹു തആല നാഫിയായ ഇൽമിന്റെ അവകാശികളിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ആമുഖം പറയുന്നത് അല്ലാമ ബൈളാവി റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനെ വ്യാഖ്യാനിക്കുന്ന മഹാപണ്ഡിതരിൽ ഏറ്റവും പ്രമുഖരായി അറിയപ്പെടുന്ന ആളാണ് അല്ലാമ ബൈളാവി റളിയല്ലാഹു അൻഹു. സാധാരണ ദർസുകളിൽ നിന്നൊക്കെ തഫ്സീർ ഓതി ഉയർന്ന ക്ലാസുകളിൽ അലിക്കുഞ്ഞുസ്താദിനെ പോലുള്ള വലിയ പണ്ഡിതന്മാരിൽ നിന്ന് ഓതുന്ന കിതാബാണ് ബൈളാവി തഫ്സീർ. ആ അല്ലാമ ബൈളാവി തങ്ങൾ ഇൽമ് സ്വീകരിക്കുന്ന ആളുകളെ സംബന്ധിച്ചൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. വഅദ് കേൾക്കുക, ഇൽമ് സ്വീകരിക്കുക. എന്താണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത്? ഓരോ വർഷവും ഒരു വർഷാരംഭത്തിൽ പുതുമഴ വർഷിക്കുന്നതിന്റെ സമയമാകും. ആ പുതുമഴയുടെ സമയമാകുമ്പോൾ പരിസരമാകെ ചൂടുകൊണ്ട് നിറഞ്ഞിട്ടുണ്ടാകും. വിയർത്തും ഉറക്കം വരാതെ ചൂടേറിയ കാലാവസ്ഥയിൽ പക്ഷികളും മൃഗങ്ങളും ജീവജാലങ്ങളും എല്ലാം ഒരു തുള്ളി മഴയ്ക്ക് വേണ്ടി ദാഹിച്ചുകൊണ്ടിരിക്കുക. ആ ദാഹിക്കുന്ന സമയത്ത് പുതുവർഷ മഴയ്ക്ക് വേണ്ടിയുള്ള സമയം അടുക്കുമ്പോൾ എല്ലാ ജീവികളും കാത്തിരിക്കും. അക്കൂട്ടത്തിൽ സമുദ്രത്തിന്റെ ആഴിയിൽ നിന്ന് പൊങ്ങി വരുന്നതാണ് ചിപ്പി. അതിങ്ങനെ വാ തുറന്ന് കാത്തു നിൽക്കും. പർവ്വതശിഖരങ്ങളിലുള്ള മാളങ്ങളിൽ നിന്ന്, ദ്വാരങ്ങളിൽ നിന്ന് പുറത്തു വരുന്നതാണ് സർപ്പം. ആ പാമ്പ് വാ തുറന്ന് കാത്തു നിൽക്കും.
മുകൾ ഭാഗത്തിൽ നിന്ന് വരുന്ന റഹ്മത്തിന്റെ മഴ അത് ചിപ്പിയിൽ വീണാൽ ഒറ്റ മുത്തായി മാറും. അത് ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള സാധനമാവുകയാണ്. അതേ മഴത്തുള്ളി സർപ്പത്തിന്റെ വായിൽ വീണാൽ അത് വിഷമായി മാറും. അല്ലാമ ബൈളാവി തങ്ങൾ നമ്മളോട് പറയുന്നത്, നമ്മുടെ കൽബാകുന്ന പാത്രത്തിൽ ദീനിയായ ഇൽമ് നമുക്ക് വന്ന് വീഴുമ്പോൾ അത് ചിപ്പിയിൽ വീണ മഴത്തുള്ളി പോലെ മുത്താവുകയാണോ, സർപ്പത്തിന്റെ വായിൽ വീണ മഴത്തുള്ളി പോലെ വിഷമാവുകയാണോ? ഇത് നിങ്ങൾ ചിന്തിക്കണേ എന്നാണ്. വർഷാരംഭത്തിലെ മഴയ്ക്ക് വേണ്ടി ഭൂമി ദാഹിക്കും, വൃക്ഷങ്ങൾ ദാഹിക്കും, ചെടികൾ ദാഹിക്കും, പക്ഷിപ്പറവകൾ ദാഹിച്ചുകൊണ്ട് കാത്തിരിക്കണം എന്ന പോലെ നമ്മുടെ കൽബ് ഇൽമിന് വേണ്ടി ദാഹിക്കണം. നമ്മുടെ മനസ്സ് അറിവ് സമ്പാദിക്കുന്നതിന് വേണ്ടി ആഗ്രഹിക്കണം. നമ്മുടെ ഹൃദയത്തിന്റെ നിറസാന്നിധ്യം ഇൽമ് സമ്പാദിക്കുന്ന സമയത്ത് ഉണ്ടായിരിക്കണം. അങ്ങനെ സമ്പാദിക്കുന്ന ഇൽമ് അത് ചിപ്പിയിൽ വീണിരിക്കുന്ന മഴത്തുള്ളി പോലെ മുത്തായി മാറും. അപ്പോഴാണ് ഔലിയാക്കളുടെ പാതയിലേക്ക് ഉയരാൻ, സ്വാലിഹീങ്ങളുടെ മാർഗത്തിലേക്ക് സഞ്ചരിക്കാൻ പഠിച്ച ഇൽമു കൊണ്ട് നമുക്ക് സാധിക്കാം. അല്ലാഹു തആല എനിക്കും നിങ്ങൾക്കും ഈ സഭ ആ രൂപത്തിലുള്ള കബൂലിയത്ത് കൊണ്ട് അനുഗ്രഹിക്കുമാറാവട്ടെ. ഹബീബ് മുഹമ്മദ് മുസ്തഫ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 23 വർഷക്കാലത്തെ ഔദ്യോഗിക ജീവിതമാണ് വിശുദ്ധ ഖുർആനിന്റെ വിശദീകരണം. വിശുദ്ധ ഖുർആൻ കൊണ്ട് അല്ലാഹു തആല ജീവിത പദ്ധതിയായി സ്വകാര്യ ജീവിതം, വ്യക്തി ജീവിതം, അവന്റെ കുടുംബ ജീവിതം, സാമൂഹ്യ ജീവിതം, മനുഷ്യനുമായി ഇടപഴകിയുള്ള ബന്ധങ്ങൾ, സാമ്പത്തിക ഇടപെടലുകൾ, അങ്ങനെ തുടങ്ങിയിട്ട് ജീവിതത്തിന്റെ എല്ലാ ഏടുകളും വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കുന്നു. ആ ഖുർആനെ ജീവിച്ച് കാണിച്ചു തന്നു മുഹമ്മദുർ റസൂലുള്ളാഹി. നബിതങ്ങൾ അത് ജീവിച്ച് കാണിച്ചപ്പോൾ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. പഠിപ്പിക്കാതെ പോയ ഒന്നുമില്ല. പക്ഷെ എല്ലാം എല്ലാവർക്കും പഠിപ്പിച്ചിട്ടില്ല. എല്ലാവർക്കും പഠിപ്പിച്ച കാര്യങ്ങളുണ്ട്, ഖാസ്സായ ആളുകൾക്ക് പഠിപ്പിച്ച കാര്യങ്ങളുണ്ട്. അതാണല്ലോ ബഹുമാനപ്പെട്ട ബീബി ആയിഷ റളിയല്ലാഹു അൻഹക്ക് മുത്തുനബി നൽകിയിരിക്കുന്ന ഇൽമു അൽ ഇൽമുൽ അസീസ്, ഖണ്ഡിതമായ ഇൽമു എന്നാണ്. ആയിഷ ബീബിയുടെ ഇൽമു എന്ന് പറയുമ്പോൾ അത് വളരെ കറക്റ്റായിരിക്കുന്ന ഇൽമ, ഖണ്ഡിതമായ ഇൽമാണ്. മുത്തുനബിയുടെ വഫാത്തിന് ശേഷം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണം 2 വർഷം, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണം 10 വർഷം, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണം 12 വർഷം, അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭരണം 5 വർഷം, 29 വർഷമായി. ശേഷം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കുറഞ്ഞ കാല ഭരണത്തിന് ശേഷം മുആവിയ റളിയല്ലാഹു അൻഹു ഭരണത്തിലെത്തി. അത്രയും കാലം ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ കയ്യിലാണ് ഇൽമിന്റെ തലസ്ഥാന നഗരി എന്ന് പറയാം. 4 ഖുലഫാഉൽ അർബയുടെയും മുആവിയ തങ്ങളുടെയും ഭരണകാലത്ത് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന് ആവശ്യമായ ഏത് വിഷയത്തിൽ സംശയം വന്നോ, ഏത് വിഷയത്തിൽ തർക്കം വന്നോ, സ്വഹാബാക്കളൊക്കെ തീർപ്പ് കൽപ്പിക്കാൻ പോകുന്നത് ബീബി ആയിഷ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ എത്തിയാലോ അങ്ങനെ ആയേക്കാം, ഇങ്ങനെ ആയിരിക്കാം, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇങ്ങനെയല്ല ആയിഷ ബീബിയുടെ അറിവ്. പിന്നെയോ അൽ ഇൽമുൽ അസീസ്, ആ വിഷയത്തെപ്പറ്റി ഖണ്ഡിതമായ ഇൽമ്, തീർപ്പ് കൽപ്പിക്കുന്ന ഇൽമ്. അപ്പൊ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, മുആവിയ റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തുടങ്ങി വളരെ പ്രത്യേകമായ മഹാന്മാർക്ക് കിട്ടിയിരിക്കുന്ന ഇൽമ്. ചുരുക്കത്തിൽ ആ സാധാരണക്കാരായ സ്വഹാബാക്കൾക്കും ഖവാസ്വിങ്ങളായ ആളുകൾക്കും ഖവാസുൽ ഖവാസായിരിക്കുന്ന ആളുകൾക്കുമൊക്കെ പരിശുദ്ധ ഇസ്ലാമിന്റെ ഇൽമ് അവസരോചിതമായി മുത്തുനബി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു.
ആ പഠിപ്പിച്ചു കൊടുത്തത് അവസരത്തിനനുസരിച്ച് സ്വഹാബാക്കൾ അത് നടപ്പാക്കി വന്നു. അതാണ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ സക്കാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രശ്നങ്ങൾ നിലനിന്നപ്പോൾ, സക്കാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില തർക്കങ്ങളും പ്രശ്നങ്ങളുമൊക്കെ വന്നപ്പോൾ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, സക്കാത്ത് കൊടുക്കുന്ന, സക്കാത്ത് നൽകുന്ന ആളുകൾ അവര് ചില പുതിയ വാദങ്ങൾ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഖുദ് മിൻ അംവാലിഹിം സദഖ. നബിതങ്ങളോടാണ് അല്ലാഹു തആല സക്കാത്ത് സ്വീകരിക്കാൻ വേണ്ടി പറഞ്ഞത്. നബിതങ്ങൾ വഫാത്തായി, ഇനി ഞങ്ങൾ സക്കാത്ത് കൊടുക്കൂല. അങ്ങനെ ചില ആളുകൾക്കുണ്ടാവും ചില പുതിയ വാദം. നാളൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദെ എന്റെ കച്ചവടത്തിന് സക്കാത്തില്ല. അപ്പൊ അതെന്താണോന്ന് ചോദിച്ചു. മുതലിനല്ലേ സക്കാത്ത്? എന്റെ മുതലൊക്കെ ഞാൻ നേരത്തെ എടുത്തു വെച്ചു, ഇപ്പൊ ലാഭം കൊണ്ടാണ് കച്ചവടം. ഓരോ ആളുകളും അവരവർക്ക് രക്ഷപ്പെടുന്നതിന് ആവശ്യമായിരിക്കുന്ന ചില വഴികൾ കണ്ടു. ചില ആളുകൾ ഖുദ് മിൻ അംവാലിഹിം സദഖ, സദഖയും സക്കാത്തും ഒക്കെ സ്വീകരിക്കാൻ മുത്തുനബിയോടാണ് കൽപ്പന. നബിതങ്ങളില്ല, ഇനി ഞാൻ സക്കാത്ത് കൊടുക്കുകയില്ല. അവിടെയാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗ മനഊനി ഇഖാലൻ, സക്കാത്ത് തരൂല എന്നല്ല, സക്കാത്തിന്റെ മൃഗങ്ങളെ കൊടുക്കുമ്പോൾ അതിന്റെ കഴുത്തിൽ കെട്ടിക്കൊടുക്കുന്ന കയറ് തന്നിട്ടില്ലെങ്കിൽ യുദ്ധം ചെയ്ത് വാങ്ങുമെന്ന് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് കണ്ടോ ഈമാന്റെ ശക്തിയിൽ പ്രഖ്യാപിച്ചു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം വന്നപ്പോൾ ചെറിയ ചെറിയ ജമാഅത്തായി നിസ്കരിക്കുന്ന തറാവീഹുകൾ മുഴുവനും ഒറ്റ ജമാഅത്തായി സ്ഥാപിച്ചുകൊണ്ട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടം വന്നപ്പോൾ ആവശ്യമായി വന്ന ബാങ്ക്, രണ്ടാമതൊരു ബാങ്ക് നേരത്തെ പഠിപ്പിക്കപ്പെട്ടത് നടപ്പാക്കി. ഇതൊക്കെ എന്താണ് സൂചിപ്പിക്കുന്നത്? നബിതങ്ങൾ ഇൽമ് കൊടുത്തിട്ടുണ്ട് അർഹതപ്പെട്ട രീതിയിൽ ചെയ്യാൻ. എന്നാൽ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന് ആവശ്യമായതൊക്കെ നേരത്തെ പഠിപ്പിച്ചു വെച്ചപ്പോൾ അതിൽ ചിലതൊക്കെ നടപ്പാക്കി വരികയാണ്. ആവശ്യം വരുമ്പോഴല്ലേ നടപ്പാക്കല്, അല്ലേ? നമ്മൾ ചെറുപ്പത്തിൽ 5ാം ക്ലാസ് മദ്രസയിൽ പഠിച്ചു, എന്ത്? നിക്കാഹ് ചെയ്തുകൊണ്ട് ഒരു ഇണയെ സ്വീകരിക്കണം. അത് വിചാരിച്ചിട്ട് മദ്രസ വിട്ടു പോകുമ്പോ തന്നെ നിക്കാഹും ചെയ്തു പോകാനല്ലല്ലോ. സമയമായി 25 വയസ്സായി 22 വയസ്സായി ഒരു സ്ത്രീ ഒരു പുരുഷനുമായി ബന്ധപ്പെടുമ്പോൾ അത് നിക്കാഹിലൂടെ ആയിരിക്കണം. സമയത്ത് നടപ്പാക്കാൻ പഠിച്ചു വെക്കൽ നേരത്തെ ചെയ്യാം. നബി തങ്ങൾ പഠിപ്പിച്ചു. എന്നാൽ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന് ആവശ്യമായ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച കൂട്ടത്തിൽ ഒരു വർഷത്തിന് 12 മാസം. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്. അള്ളാഹുവിന്റെ കിതാബ് പഠിപ്പിക്കുന്നത് 12 മാസം. മിൻഹാ അർബഅത്തുൻ ഹുറും, ആദരണീയമായ 4 മാസങ്ങൾ ഉൾപ്പെടെ 12. ആ 12നെ എണ്ണി വരുന്നുണ്ട് നേരത്തെ തന്നെ. മുഹറം, സഫർ, റബീഉൽ അവ്വൽ, ഇങ്ങനെ അത് 12 മാസം എണ്ണി വരുന്നുണ്ട്. എന്നാൽ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന് ഒരു കലണ്ടർ, ആ കലണ്ടറിന് സ്വീകരിച്ചിരിക്കേണ്ട രീതിയും അത് ആദ്യമായി ചർച്ച ചെയ്യപ്പെടുന്നത് സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ റിപ്പബ്ലിക്കിൽ അതിപ്രധാനമായ റിപ്പബ്ലിക്കിന്റെ 12 പരിഷ്കരണങ്ങൾ ഏർപ്പെടുത്തിയതിൽ ഒന്നാണ് ഈ ചർച്ച. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന് ഒരു കലണ്ടർ. ആ ചർച്ച വരുമ്പോൾ നേരത്തെ തന്നെ മുഹറമുൽ ഹറാം, ആദരണീയമായ മുഹറം, അത് അറബികൾ ഉപയോഗിച്ചു വരുന്നുണ്ട്. റജബുൽ മുറജ്ജബ്, അതും അറബികൾ ഉപയോഗിച്ചു വരുന്നുണ്ട്. റമളാനു ശരീഫ്, അത് അറബികൾ ഉപയോഗിച്ചു വരുന്നുണ്ട്. മറ്റു പല മാസങ്ങളുടെ പേരുകളും പലപ്പോഴും തൗറാത്തിന്റെ ഭാഷയിലും ഇഞ്ചീലിന്റെ ഭാഷയിലും സബൂറിന്റെ ഭാഷയിലും ഒക്കെ ഉപയോഗിച്ചു വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാമഹാന്മാരുടെ കൂട്ടത്തിൽ ഉമ്മ വഴിക്കും വാപ്പ വഴിക്കും എത്തിച്ചേരുന്ന ഒരു വലിയ മഹാനുണ്ട്, കിലാബ് എന്നവർ. ബഹുമാനപ്പെട്ടവരുടെ കാലഘട്ടത്തിലാണ് അറബി ഭാഷയ്ക്ക് വലിയ വ്യാപനം കിട്ടിയിരിക്കുന്ന കാലഘട്ടം.
അത് മുതൽക്ക് മാസങ്ങളുടെ പേരുകളൊക്കെ അറബിയിൽ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അതൊരു ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ കലണ്ടറായി അത് രൂപപ്പെട്ടു വന്നത് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഞാൻ ഈ റജബ് മാസത്തിന്റെ പ്രത്യേകത ഓർമ്മപ്പെടുത്താം. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ കലണ്ടറിന്റെ ചർച്ചയ്ക്ക് വേണ്ടി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിളിച്ചു ചേർത്തിരിക്കുന്ന ഷൂറ കമ്മിറ്റി, ആ ഷൂറ കമ്മിറ്റിയുടെ മീറ്റിംഗ് നടക്കുമ്പോൾ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ കലണ്ടർ ഏത് ചരിത്രത്തെ അടിസ്ഥാനപ്പെടുത്തി തുടങ്ങണം? ഒരു വിഭാഗം സ്വഹാബാക്കൾ പറഞ്ഞു, അടിസ്ഥാനപ്പെടുത്തേണ്ടത് മുത്തുനബി മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നുബുവത്താണ്. നുബുവത്തിനെ അടിസ്ഥാനപ്പെടുത്തി തുടങ്ങാം. മറ്റൊരു വിഭാഗം സ്വഹാബാക്കൾ പറഞ്ഞു, വിശുദ്ധ ഖുർആനിന്റെ അവതരണത്തെയാണ് അടിസ്ഥാനപ്പെടുത്തേണ്ടത്. വേറൊരു വിഭാഗം സ്വഹാബാക്കൾ പറഞ്ഞു, നബിയുടെ ജന്മദിനത്തെയാണ് അടിസ്ഥാനപ്പെടുത്തേണ്ടത്. മറ്റൊരു വിഭാഗം സ്വഹാബാക്കൾ പറഞ്ഞു, ഇസ്ലാമിക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത സംഭവമാണ് ഹക്കും ബാത്തിലും തമ്മിൽ വേർതിരിച്ച പ്രഖ്യാപനം വന്ന ബദറുൽ കുബ്ര. ഓരോരുത്തരും അഭിപ്രായം നടക്കുമ്പോൾ സഭയിൽ എഴുന്നേറ്റ് നിന്നു സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ്. അലി റളിയല്ലാഹു അൻഹു ഒരു അഭിപ്രായം പറയാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ബാക്കി എല്ലാവരും അത് പ്രത്യേകം ശ്രദ്ധിക്കും. കാരണം അന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹാ, ഞാൻ ഇൽമിന്റെ രാജ്യമാണെങ്കിൽ അലി റളിയല്ലാഹു അൻഹു ആ രാഷ്ട്രത്തിലേക്ക് കടക്കുന്ന കവാടമാണെന്ന് മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ആളാ അലി തങ്ങൾ. മൂപ്പർ അഭിപ്രായം പറയാൻ നിൽക്കുമ്പോൾ എല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കും. ഓരോ കാലഘട്ടത്തിലും അങ്ങനെ ചില മഹാന്മാരുണ്ടാകും. ഓരോ കാലഘട്ടത്തിലും ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം, ഇമാം ബുഖാരി തങ്ങളുടെ കാലഘട്ടം, ഓരോ കാലഘട്ടത്തിലും നമുക്ക് കാണാം. ഇപ്പൊ ഇന്ന് നിങ്ങൾ നോക്ക്, നമ്മുടെ നാട്ടിലൊക്കെ ഷേഖുന കാന്തപുരം ഉസ്താദ്, അള്ളാഹു ദീർഘായുസ് കൊടുക്കും. ഇന്ത്യ രാജ്യത്ത് ഏതൊരു പ്രശ്നമുണ്ടായാലും ഏത് വിഷയം വന്നാലും എല്ലാ നാനാജാതി വിഭാഗക്കാരും കാന്തപുരം എന്താണ് ആ വിഷയത്തെ പറ്റി പറയുന്നത് അതാ നോക്കണം, അല്ലേ? എല്ലാവരും ശ്രദ്ധിക്കാം, കാന്തപുരം എന്താ പറഞ്ഞത്, എല്ലാവരും ശ്രദ്ധിക്കപ്പെടുക. അപ്പൊ ഓരോ കാലഘട്ടത്തിലും അള്ളാഹു അങ്ങനെ പ്രത്യേകം ആദരവ് കൊടുക്കണം. അലി റളിയല്ലാഹു അൻഹു അഭിപ്രായത്തിന് എഴുന്നേറ്റപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചു. അലി തങ്ങൾ പറഞ്ഞു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വിളിച്ചു ചേർത്ത ഷൂറ കമ്മിറ്റിയിൽ ഏറ്റവും പ്രാധാന്യമുള്ള ചർച്ച നടക്കുമ്പോൾ അലി തങ്ങൾ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത സംഭവമാണ് മുത്തുനബിയുടെ ഹിജ്റ. ഒരു നാട്ടിൽ നിന്നുള്ള മുഴുവൻ വിശ്വാസികളും ആരുടെയും നിർബന്ധത്തിനും ആരുടെ പ്രേരണക്കും ആരുടെ പ്രലോഭനങ്ങൾക്കും ആരുടെ പ്രകോപനങ്ങൾക്കും നിൽക്കാതെ സ്വമനസ്സാലെ വിശ്വാസത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ജന്മനാട് വിട്ടു, വീട് വിട്ടു, കുടുംബം വിട്ടു, സ്വത്തുക്കൾ ഉപേക്ഷിച്ചു, എല്ലാം വിട്ട് ജന്മനാട്ടിൽ നിന്ന് 450 കിലോമീറ്റർ അകലെയുള്ള മദീന മുനവ്വറയിലേക്ക് പലായനം ചെയ്തിരിക്കുന്ന ഹിജ്റ. അതുപോലത്തെ ഒരു ചരിത്രം ലോകത്തൊരു മതത്തിനോ ഒരു വിഭാഗത്തിനോ ചരിത്രത്തിൽ തുല്യതയില്ലാത്തതാണ്. അതുകൊണ്ട് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ തുടക്കം ഹിജ്റ അടിസ്ഥാനപ്പെടുത്തിയാക്കാം. ആ അഭിപ്രായം കേട്ടതോടെ സ്വഹാബാക്കളെല്ലാം അതിന് തക്ബീർ ചൊല്ലി സ്വീകരിച്ചു. അങ്ങനെയാണ് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ കലണ്ടർ ഹിജ്റ കലണ്ടറാകുന്നത്. ആ ഹിജ്റ കലണ്ടർ പ്രകാരമുള്ള നമ്മുടെ 12 മാസത്തെ നാം ഹിജ്റ വർഷം എന്ന് പറയുന്നു. മറ്റൊന്ന് നാം അറബി മാസം എന്ന് പറയും. മറ്റൊന്ന് അതിന് നാം എന്ത് പറയും? ചാന്ദ്രിക വർഷം, ഖമരിയ വർഷം എന്ന് പറയും. അതെന്താ കാരണം? ചന്ദ്രന്റെ ഉദയവും അസ്തമനവും കണക്കാക്കിക്കൊണ്ടാണ് നമ്മുടെ ഈ ദിവസവും മാസവും വർഷവും തീരുമാനിക്കുന്നത്. അത് അടിസ്ഥാനത്തിൽ പറയുമ്പോൾ ഇസ്ലാമിന്റെ ഒരു ദിവസം ആദ്യം ഏത് വരും? രാവ് വരും, പിന്നെയാണ് പകൽ വരും.
അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ പുണ്യ ദിവസങ്ങളൊക്കെ പറയുമ്പോൾ എങ്ങനെ പറയും? വെള്ളിയാഴ്ച രാവ്, തിങ്കളാഴ്ച രാവ്, മെഹറാജ് രാവ്, ബറാഅത്ത് രാവ്, 27-ാം രാവ്. എന്തുകൊണ്ട്? ചന്ദ്രൻ ഉദിക്കാൻ എപ്പോഴാ ഇവിടെ? ളുഹറിന് തന്നെ തുടങ്ങൂലേ? മഗ്‌രിബിയോടടുത്താണ് ചന്ദ്രൻ ഉദിക്കുന്നത്. അപ്പോ മാസപ്പിറവി ഉറപ്പിച്ചാൽ ഉടനെ രാവ് വന്നു, അല്ലേ? നമ്മളൊക്കെ റമളാനിൽ ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ റമളാന്റെ നോമ്പ് നാളെയാണെങ്കിൽ തറാവീഹ് ഇന്ന് തന്നെ തുടങ്ങും. എന്തുകൊണ്ട്? രാത്രിയാണ് ആദ്യം. അതിനെന്ത് വേണം? മാസപ്പിറവിയെപ്പറ്റി മുഹമ്മദുർ റസൂലുള്ളാഹി സൂമൂ ലിറുയതിഹി അഫ്തിറൂ ലിറുയതി, ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ കലണ്ടർ പ്രകാരമുള്ള ഏതൊരു മാസവും അത് ഉറപ്പിക്കപ്പെടണമോ അതിന് മാസപ്പിറവി കണ്ട് തീരുമാനിക്കണം. മാസപ്പിറവി കണ്ടു ഉറപ്പിച്ചെങ്കിലേ പറ്റൂ. ഉമ്മാലേക്കും മാസം കാണുന്നതിന് നിങ്ങൾക്ക് തടസ്സം വന്നാൽ അപ്പൊ നിങ്ങൾ 30 പൂർത്തിയാക്കിയിട്ട് 1 തുടങ്ങണം. സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ മാസം ഉറപ്പിക്കാൻ പറ്റില്ല. അതാണല്ലോ ബഹുമാനപ്പെട്ട ഷേഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം യാ റബ്ബ് മുഹീദ്ദീൻ ഷേഖ് തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് കൊണ്ടുവരുമ്പോൾ എല്ലാം അത്ഭുതമാണ്, എല്ലാം അത്ഭുതമാണ്. ഒന്ന്, മുഹീദ്ദീൻ ഷേഖ് തങ്ങളുടെ ഉമ്മ ഗർഭിണിയാകുന്നത് തന്നെ 60-ാമത്തെ വയസ്സിലാണ്. മുഹീദ്ദീൻ ഷേഖ് തങ്ങളെ ഗർഭം ധരിക്കുമ്പോൾ ഉമ്മാന്റെ വയസ്സ് എത്രയാണ്? 60. നമ്മളെ നാട്ടിലൊക്കെ സ്ത്രീകൾക്ക് ഇപ്പൊ ഒരു 35-40 ആവുമ്പോഴേക്ക് തന്നെ പ്രസവമൊക്കെ നിർത്തി. പിന്നെ സ്ത്രീകൾ പരസ്പരം ചോദിക്കാൻ തുടങ്ങി, ഇനിയിങ്ങനെ പ്രസവിക്കന്നെ ഈ ഭാഗത്തൊക്കെ എങ്ങനെ ഇപ്പൊ നിർത്തുന്നില്ലേ വേഗം, അല്ലേ? നമ്മളെ ഒരു സാജി ഉസ്താദിനുണ്ട് 18 കുട്ടികൾ. അത് എന്തേലും 30 പേര് സാലി ഉസ്താദ്, അല്ലേ? അത് അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. 18 കുട്ടികളാണ് മൂപ്പര്. ഞാൻ എപ്പോഴും ദ്വാരക്കുന്ന ഒരാളാണ്. മൂപ്പരും കുളത്തൂര് സക്കാഫിയോ. അപ്പൊ അല്ലാഹു തആല ഖൈർ കൊടുക്കട്ടെ. മുഹീദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ബീവി ഉമ്മുൽ ഖൈർ റളിയല്ലാഹു അൻഹ 60-ാമത്തെ വയസ്സിലാണ് ഗർഭം ധരിക്കുന്നത്. യാ റബ്ബ്. എന്നിട്ടോ പ്രസവം നാളെയാണ് നടക്കുന്നതെങ്കിൽ ഇന്ന് മുഹീദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് അബൂ സ്വാലിഹ് ജംഗി ദോസ്ത് റളിയല്ലാഹു അൻഹു മൂപ്പരെ സ്വപ്നത്തിൽ കാണിക്കുകയാണ് റസൂലുള്ളാഹി തങ്ങൾ. എങ്ങനെയാ കാണുന്നത്? ഹിജ്റ 470 അവ്വലു ലൈലത്തിൻ മിൻ റമളാൻ. ഹിജ്റ 470 റമളാനിന്റെ ആദ്യ രാത്രി നിങ്ങൾക്കൊരു കുട്ടി പ്രസവിക്കും. അത് നാളെയാണ്. നാളെ പ്രസവിക്കപ്പെടുന്ന വ്യക്തി ഇന്ന് മുഹീദ്ദീൻ ഷേഖ് തങ്ങളുടെ ഉപ്പ റസൂലുള്ളാഹി സ്വപ്നം കണ്ടപ്പോൾ ഒരു വിശാലമായ സഭ, അമ്പിയാക്കളുണ്ട്, സ്വാലിഹീങ്ങളുണ്ട്, ശുഹദാക്കളുണ്ട്, സ്വഹാബാക്കളുണ്ട്. അവരുടെ മധ്യത്തിൽ ഇരിക്കുന്നു മുഹമ്മദ് മുസ്തഫ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചു, യാ ബുനയ്യ യാ അബാ സ്വാലിഹ്, മോനെ അബൂ സ്വാലിഹ്, നാളെ നിനക്കൊരു കുട്ടി ജനിക്കാൻ പോകുന്നുണ്ട്. ശഅ്നുഹു കശഅ്നി ബൈനൽ അംബിയാഇ, മറ്റ് അമ്പിയാക്കളെ കൂട്ടത്തിൽ അല്ലാഹു തആല എനിക്ക് പദവി നൽകിയതുപോലെ നിന്റെ ഈ ജനിക്കാൻ പോകുന്ന മകൻ ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ എല്ലാ ഔലിയാക്കൾക്കും നേതാവായിരിക്കും. ഒന്ന്. രണ്ടാമത്തത്, ആ കുട്ടി ജനിച്ചു വീഴുന്ന ആദ്യ ദിവസം റമളാനായിരിക്കും. ആ റമളാൻ നിനക്കൊരു അത്ഭുതം കാണാം. അന്നഹു ലം യമുസ്സ സദിയ ഉമ്മിഹി മിനൽ ഫജ്രി ഇലൽ ഗുറൂബ്. റസൂലുള്ളാഹി സ്വപ്നത്തിൽ പറഞ്ഞു കൊടുക്കാം, റമളാൻ മാസത്തിൽ പ്രസവിച്ചു വീഴുന്ന കുട്ടി ഫജ്ർ മുതൽ ഗുറൂബ് വരെ പകൽ സമയത്ത് മുലപ്പാൽ കുടിക്കുകയില്ല. രണ്ടാമത്തെ ഒരു കാര്യം. മൂന്നാമത്, ഈ രാത്രിയിൽ ഈ പ്രദേശത്ത് ജനിക്കുന്ന കുട്ടികളൊക്കെ ആൺകുട്ടികളായിരിക്കും. അവരൊക്കെ ഔലിയാക്കളായിരിക്കും. ആ സ്വപ്നത്തിൽ അറിയിക്കാണ് റസൂലുള്ളാഹി. ഇന്നത്തെ ഇറാന്റെ തലസ്ഥാനമായ
ടെഹ്റാനിൽ നിന്ന് അടുത്ത് കിടക്കുന്ന ഒരു പട്ടണമാണ് തൊബരിസ്ഥാൻ. തൊബരിസ്ഥാനിന്റെ ഉള്ളോട്ടുള്ള ഒരു ചെറിയ പഞ്ചായത്താണ് ജീലാൻ. അതിനുള്ളിലുള്ള ഒരു ഗ്രാമമാണ് കൈലാൻ. അല്ലെങ്കിൽ ജീലാനും കൈലാനും ഒന്ന് തന്നെ. ആ നാട്ടിൽ അന്ന് പ്രസവിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും ആൺകുട്ടികളായിരിക്കും. അവരൊക്കെ ഔലിയാക്കളായിരിക്കും. മുത്തുനബി സ്വപ്നത്തിൽ അറിയിക്കുക. അത് പിന്നീടുള്ള ചരിത്രത്തിൽ നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. ഇമാം ഖതീബ് തിബ്രിസി റളിയല്ലാഹു അൻഹു തന്റെ താരീഖ് ബഗ്ദാദ് രേഖപ്പെടുത്തിയപ്പോൾ ഓരോ വാള്യവും 1000 പേജിലധികമാണ്. അങ്ങനത്തെ 30 വാള്യമാണ് താരീഖ് ബഗ്ദാദ്. താരീഖ് ബഗ്ദാദിന്റെ ആമുഖത്തിൽ ഖതീബ് തിബ്രിസി തങ്ങൾ പറയുന്നുണ്ട്, ബഗ്ദാദിലെ മഹാന്മാരെ പറ്റി മാത്രമാണ് ഞാൻ ഈ കിതാബിൽ രേഖപ്പെടുത്തുന്നത്. 30 വാള്യം എഴുതിയിട്ടും ബഗ്ദാദിലെ ഔലിയാക്കളെ ചരിത്രം തീർന്നിട്ടില്ല. യാ റബ്ബ്. അതെന്താ? മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങൾ ജീവിച്ച രാജ്യം. അവിടെ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന് അക്കാലത്ത് മാസപ്പിറവിയുടെ കാര്യത്തിൽ ഒരു തർക്കം വന്നു. ഉറപ്പിക്കാൻ പറ്റുന്നില്ല. അന്നത്തെ പണ്ഡിത ലോകം നമുക്കിനി എന്തു ചെയ്യണം? ആ സമയത്ത് അവര് പറയുന്നു, ഉമ്മുൽ ഖൈർ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് പോകാം. അവിടെ ജനിച്ചിരിക്കുന്ന അബ്ദുൽ ഖാദർ ആകുന്ന കുട്ടി റമളാന്റെ പകൽ സമയത്ത് മുല കുടിക്കാറില്ല. മുതലായ റമളാനിൽ മുല കുടിക്കും കാലം 30 നാളിലും മുലനെ തൊടാത്തോവ. അവർ പോയിട്ട് അന്വേഷിച്ചു മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങളുടെ ഉമ്മയോട്, കുട്ടി ഇന്ന് മുല കുടിക്കുന്നുണ്ടോ? ഇല്ലേ, മുല കുടിക്കുന്നില്ല, പാല് കുടിക്കുന്നില്ല എന്ന് ഉറപ്പിച്ചപ്പോൾ റമളാൻ തന്നെ എന്ന് ഉറപ്പിക്കുകയാണ്. എന്നിട്ടും ഇക്കണ്ട ഔലിയാക്കളൊക്കെ ഉണ്ടായിട്ടും കണക്ക് കൂട്ടി മാസം ഉറപ്പിക്കാൻ അക്കാലത്താരും നിന്നിട്ടില്ല. ഇന്ന് 60-ലധികം വരുന്ന രാജ്യങ്ങളിൽ മുസ്ലിങ്ങൾ തിങ്ങി താമസിക്കുന്നുണ്ട്. ഇന്തോനേഷ്യയിലും ഇന്ത്യയിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അങ്ങനെ അങ്ങോട്ട് അറബേതര രാജ്യങ്ങൾ, മുസ്ലിമേതര രാജ്യങ്ങൾ, മറിച്ച് മുസ്ലിം രാഷ്ട്രങ്ങൾ, ഇതൊക്കെ ഉണ്ടായിട്ടും ഒരു സ്ഥലത്തും മാസപ്പിറവിക്ക് കണക്ക് കൂട്ടുന്ന രീതിയില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള പുതിയൊരു കമ്മിറ്റിയാണ് ഇത്. ഇതിലെങ്ങോട്ടുണ്ടാക്കിയ സാർ മാസം കാണുന്നതിന്റെ മുമ്പ് തന്നെ കണക്ക് ഉറപ്പിക്കുക. കണക്ക് പ്രകാരമുള്ള കമ്മിറ്റിയുടെ ഒരു കണക്കും നമുക്കിവിടെ സ്വീകരിക്കാൻ പറ്റിയ കണക്കാവില്ല. എന്താ കണക്കിന്റെ സ്ഥിതി നിങ്ങൾക്കറിയാം? ലോകത്തെ ഏതെങ്കിലും ഒരു പണ്ഡിത സഭ ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിൽ മാസപ്പിറവി ഉറപ്പിക്കാൻ കണക്കിനെ അടിസ്ഥാനപ്പെടുത്തിയ ചരിത്രമില്ല. കണക്കിന്റെ സ്ഥിതി എന്താ? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ മുമ്പ് യുദ്ധമുണ്ടായി. ആ യുദ്ധത്തിൽ അതിർത്തിയിൽ കുറെ ആളുകൾ മരണപ്പെട്ടു. കുറെ ആളുകളൊക്കെ മരിച്ചതിന് തുല്യമായ അവസ്ഥയിൽ വിഷമാവസ്ഥയിലായി. ഗവൺമെന്റ് ഡെഡ് ബോഡികളുടെ കണക്കെടുക്കാൻ ആളുകളെ പറഞ്ഞയച്ചു. ഉദ്യോഗസ്ഥന്മാര് പോയിട്ട് ഇങ്ങനെ നോക്കി, ഈ കിടക്കുന്ന ആളെ നോക്കി, ഇളക്കി. അപ്പൊ നോക്കുമ്പോ അയാൾ മരിച്ചിരിക്കുന്നു. അയാളെ മരിച്ച കണക്കിലെഴുതി. രണ്ടാമത്തെ ആളോ അയാളെ മരിച്ച കണക്കിലെഴുതി. മൂന്നാമത്തെ ആളെങ്ങനെ അനക്കി നോക്കുമ്പോൾ അയാൾക്ക് ചെറിയൊരു ഹയാത്തുണ്ട്. അപ്പൊ ഇവര് തമ്മിലിങ്ങനെ സംസാരിച്ചു, നമുക്ക് എന്താ ചെയ്യണം? ഇയാളെ ഏത് കണക്കിലാണ് എഴുതണം? ഈ ലൈറ്റ് ഒരല്പം അങ്ങോട്ട് തിരിച്ചാൽ മതി. അപ്പോ ഇയാളെ നമുക്ക് ഏത് കണക്കിലാണ് എഴുതുന്നത്? അപ്പൊ അവര് രണ്ടുപേരും ഇങ്ങനെ കണക്ക് കൂട്ടി. ഏതായാലും കുറെ കൂടി പിന്നെ കഴിയണല്ലോ, നമുക്ക് അതിലൊക്കെ പോയി കണക്കെടുത്ത് വരണ്ടേ. അപ്പോഴേക്ക് ഇയാള് മരിക്കുമായിരിക്കും. അതുകൊണ്ട് ഇയാളെ മരിച്ച കണക്കിൽ എഴുതാതെ വെച്ചു. അങ്ങനെയാണല്ലോ, അവിടെയൊക്കെ പോയി കണക്കെടുത്ത് വരുമ്പോഴേക്ക് ഇയാൾ അവസ്ഥ കണ്ടാൽ ഒരു 10 മിനിറ്റും കൂടി ജീവിക്കും. അപ്പോ ഡയറി പ്രകാരം ഒരു കണക്കൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഒരു 300 ഡെഡ് ബോഡി, അതിലൊരു 5ഓ 6ഓ മയ്യത്ത് ഇതുപോലത്തെ തന്നെ ഇങ്ങനെ കണക്ക് പ്രകാരം ഉറപ്പിച്ചു. ഗവൺമെന്റിന് കണക്ക് സമർപ്പിച്ച് ഡെഡ് ബോഡി കൊണ്ടുപോകാൻ വണ്ടി വന്ന് ഈ മയ്യത്തെടുത്ത് വണ്ടിയിൽ വെച്ച്, രണ്ടാമത്തെ എടുത്ത് വണ്ടിയിൽ വെച്ച്, മൂന്നാമത്തതിനെടുക്കുമ്പോ അയാൾ ചോദിച്ചു, അല്ല എങ്ങോട്ടാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്? അപ്പോ വന്ന ആള് പറഞ്ഞു, നിങ്ങളൊക്കെ മറവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോവുകയാണെന്ന്. മറവ് ചെയ്യണമെങ്കിൽ മരിക്കണ്ടേ? നിങ്ങൾ മരിച്ചിട്ടില്ല. ഞാനല്ലോടോ നിന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന് മരിച്ചിട്ടില്ല. സംസാരം നിൽക്കട്ടെ, ഞാൻ കണക്ക് നോക്കട്ടെ. നീ മരിച്ചിട്ടുണ്ട്.
അതാണ് ഹിലാൽ കമ്മിറ്റി എന്ന് പറഞ്ഞ കമ്മിറ്റി. മാസം ഇങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോൾ മാസം ഇങ്ങനെ തുറിച്ചു നോക്കിയിട്ട് പ്രകാശിച്ച് മാസം നിൽക്കുക. അപ്പൊ ഇവർക്ക് താഴോട്ട് കണക്ക് പ്രകാരം കാണൂല. കണക്ക് നോക്കി മാസം ഉറപ്പിക്കുന്ന ഒരു ചരിത്രം ഇസ്ലാമിക് റിപ്പബ്ലിക്കിൽ ഇന്നേ വരെ ലോകത്തെവിടെയും ഇല്ല. അത് സ്വീകരിക്കുന്നത് ഇസ്ലാമുമല്ല. ഹബീബുന മുഹമ്മദ് മുസ്തഫ സൂമൂ ലിറുയത്തി അഫ്തിറൂ ലിറുയത്തി, മാസം കണ്ടു ഉറപ്പിക്കണേ. ആ കണ്ടു ഉറപ്പിക്കുന്ന മാസം ഉറപ്പിച്ചാൽ മഗ്‌രിബിക്കാണ് മാസം ഉറപ്പിക്കുന്നത്, ഇശാക്കാണ് മാസം ഉറപ്പിക്കുന്നത്, അല്ലേ? അപ്പൊ ആദ്യം കിട്ടുന്നത് രാവാണ്. വെള്ളിയാഴ്ച രാവ്, തിങ്കളാഴ്ച രാവ്, ബറാഅത്ത് രാവ്, മിഅ്റാജ് രാവ്. അതാണ് നമ്മൾ രാവ് കൊണ്ട് തുടങ്ങുന്നത്. ആ രാവ് കൊണ്ട് തുടങ്ങുമ്പോൾ ഈ മഗ്‌രിബ് മുതൽ അടുത്ത മഗ്‌രിബ് വരെയുള്ള 24 മണിക്കൂർ, അതാണ് മുസൽമാന്റെ ഒരു ദിവസം. ആ ദിവസത്തിൽ നിസ്കാരത്തിന്റെ തുടക്കം മഗ്‌രിബ്, ദിവസത്തിന്റെ തുടക്കം മഗ്‌രിബ്, നിസ്കാരത്തിന്റെ തുടക്കം സുബഹി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇങ്ങനെ നമ്മൾ ഒരു ദിവസം ഉറപ്പിച്ചു കഴിയുമ്പോൾ ആ ഉറപ്പിച്ച മാസപ്രകാരം ഹിജറ വർഷത്തിന്റെ തുടക്കം അത് മുഹറം മാസം. ആ മുഹറം, സഫർ, റബീഉൽ അവ്വൽ എണ്ണി വരുമ്പോൾ നേരത്തെ ചരിത്രത്തിൽ വരുന്ന മാസമാണ് റജബുൽ മുറജ്ജബ്. അറബി ചരിത്രത്തിൽ, അറബികളുടെ ചരിത്രത്തിൽ റജബ് മാസം ആഘോഷത്തിന്റെ മാസമാണ്. റജബ് മാസം സന്തോഷത്തിന്റെ മാസമാണ്. റജബ് മാസം മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ അവരുടെ ഉത്സവത്തിന്റെ മാസമാണ്. റജബ് മാസം അറബികൾക്ക് കല്യാണത്തിന്റെ മാസമാണ്. റജബ് മാസം അറബികൾക്ക് വല്ലാത്ത സന്തോഷത്തിന്റെ മാസമാണ്. അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെയുള്ള യാത്രകളും വിനോദയാത്രകളുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന മാസമാണ്. അതുകൊണ്ട് ആ മാസത്തിൽ അറബികൾ പരസ്പരം യുദ്ധം ചെയ്യാതെ, അവർ പരസ്പരം കലഹത്തിൽ ഏർപ്പെടാതെ ആ മാസത്തെ ആദരിക്കുന്ന പതിവുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് തന്നെ അറബികൾക്ക് അത്രയും വിശിഷ്ടമായിരിക്കുന്ന ആ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൃദയത്തെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മുത്തുനബി സന്തോഷിച്ചിരിക്കുന്ന ഒരു ചരിത്രം, അതിന് അല്ലാഹു തആല സാക്ഷ്യപ്പെടുത്തിയത് ഈ റജബ് മാസത്തിലാണ്. ഉമ്മത്തികളായ നമുക്ക് ഏറ്റവും സന്തോഷമുള്ള മാസമാണ് റബീഉൽ അവ്വൽ. നമുക്ക് ഏറ്റവും സന്തോഷമുള്ളതാണ് ലൈലത്തുൽ ഖദർ. നമുക്ക് ഏറ്റവും സന്തോഷമുള്ളതാണ് പെരുന്നാൾ ദിവസം. എന്നാൽ ഒരു വർഷത്തിൽ ഇങ്ങനെയൊക്കെ ദിവസങ്ങൾ ഉണ്ടെങ്കിൽ മുത്തുനബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂലിന് ഒരു വർഷം തികയുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ദിവസം അത് റജബ് മാസത്തിലെ മിഅ്റാജ് ദിവസമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. മുത്തുനബിക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസം. കാരണം എന്തുകൊണ്ട്? അല്ലാഹുവും റസൂലും നേരിൽ കണ്ടുമുട്ടി. അതിനൊരു കാരണമുണ്ട്. അത് ഞാൻ ഓതിവച്ച ആയത്ത് സൂറത്തുൽ ഇസ്രാഇന്റെ ആദ്യത്തെ ആയത്താണ്. ഇത് നമുക്ക് ചരിത്രം പൂർത്തിയാക്കണമെങ്കിൽ തൊട്ട് മുമ്പ് അവസാനിച്ച സൂറത്തിന്റെ 2 ആയത്തുകൾ കൂടി ചേർത്ത് മനസ്സിലാക്കണം. തൊട്ടു മുമ്പ് അവസാനിച്ചിരിക്കുന്ന സൂറത്തിന്റെ അവസാനം നബിയേ വസ്ബിർ വമാ സബ്റുക് എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ മുത്തുനബിയോട് പറയുന്നുണ്ട്. നബിയെ ക്ഷമിക്കണം, നബിയെ ക്ഷമശീലിക്കണം, നബിയെ. മുത്തുനബിയോട് കഴിഞ്ഞ പൂർവികരായിരിക്കുന്ന ആളുകൾക്ക് ഉണ്ടായ ഒട്ടേറെ സംഭവങ്ങളിൽ അവരൊക്കെ ക്ഷമിച്ചതുപോലെ തങ്ങൾ ക്ഷമിക്കണം. എന്താ തങ്ങളോട് പറയുന്നത്? ഹബീബുനാ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രചരണാർത്ഥം റസൂലുള്ളാഹി തങ്ങൾ എന്തെങ്കിലും വഅദ് കേട്ട് കുഴങ്ങി. കാസർകോട്ട് വന്നിട്ട് മുത്തുനബിന്റെ പേര് പറഞ്ഞാലാണ് ഞങ്ങൾക്ക് മലപ്പുറത്തുകാർക്കും കൂടി ഒരു ഉഷാറ് കിട്ടുന്നത്. ഇവിടെ റസൂലുള്ളാഹിന്റെ പേരൊക്കെ ഇങ്ങനെ പറയുമ്പോ സ്വലാത്തും ഒരു ആമീൻ ചൊല്ലലൊക്കെ ഇവിടുന്ന് ഇങ്ങനെ നല്ല ഉഷാറാണ്. ഞാൻ നിങ്ങളെ ഉഷാറ് മലപ്പുറത്ത് പോയി പറയാറുണ്ട്. നിങ്ങൾക്ക് എന്താ അറിയാം, വഅദ് പറയണമെങ്കിൽ കാസർകോട്ട് പോകണം. അവിടെയാണ് സഭയിൽ സ്വലാത്തി എല്ലാവരും എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. ഇതിപ്പോ എന്തേ ഇപ്പൊ നിങ്ങൾക്ക് പറ്റിയത്? മുഹമ്മദ് മുസ്തഫ. അൽഹംദുലില്ലാ. അല്ലാഹു സ്വലാത്ത് കൊണ്ട് നമ്മളെ ഹൃദയത്തിന് സന്തോഷം തരട്ടെ, നമ്മളെ മുറാദുകൾ ഹാസിലാകുമാറാകട്ടെ.
ത്വായിഫിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്ക വിട്ട് പോകേണ്ടി വന്നു. മക്കയിലും പരിസരത്തും ധാരാളം പ്രതിസന്ധികൾ നിലനിൽക്കുകയാണ്. പടച്ചോനെ, ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചിൽ പാറക്കല്ല് കയറ്റി വെച്ച് ഉപദ്രവിക്കുന്ന രംഗം, സുമയ്യ ബിബി റളിയല്ലാഹു അൻഹയുടെ ഗുഹ്യസ്ഥാനത്ത് ചൂടാക്കിയിരിക്കുന്ന ഇരുമ്പിന്റെ ദണ്ട് അടിച്ചു കയറ്റുന്ന രംഗം, അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ യാസിർ കുടുംബത്തെ അങ്ങേയറ്റം പീഡിപ്പിച്ചിരിക്കുന്ന കാലഘട്ടം, മുത്തുനബിയുടെ കഴുത്തിലേക്ക് ചീഞ്ഞ ഒട്ടകത്തിന്റെ മുടൽമാല വലിച്ചെറിഞ്ഞ കാലഘട്ടം, എന്തെല്ലാം സംഭവങ്ങൾ. ഇതിന്നൊക്കെ സഹിക്കവയ്യാതെയാണ് മുത്തുനബി ത്വായിഫിലേക്ക് പോയത്. ത്വായിഫിൽ ചെന്നപ്പോഴോ, ത്വായിഫിൽ യാ റബ്ബ്, അവിടുത്തെ ജനങ്ങളെല്ലാവരും കൂടി മുത്തുനബിയെ പരിഹസിച്ചു. ചെറിയ കുട്ടികൾ ഭ്രാന്തനാക്കി മുത്തുനബിയെ ചെണ്ടമുട്ടി പരിഹസിച്ചു. നബി തങ്ങൾ തികച്ചും ഒരു ഭ്രാന്തനെ പോലെ അവര് ചിത്രീകരിച്ചു. ത്വായിഫിലെ ഒരു പ്രദേശത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ് പറ്റിയിട്ട് കാലിൽ നിന്ന് രക്തമൊഴുകുന്ന രംഗം വരെ ഉണ്ടായപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ മനസ്സ് ഏറെ വേദനിച്ചു. അപ്പോഴോ ആ കാലഘട്ടങ്ങളിലൊക്കെ നബിതങ്ങൾക്കൊരു സന്തോഷമുണ്ട്. എന്താ? എല്ലാ വേദനയും സഹിച്ചാലും വീട്ടിലെത്തിയാൽ ഒരു സമാധാനം. എന്താ കാര്യം? ബീവി ഖദീജത്തുൽ കുബ്റാ, ബീവി ഖദീജത്തുൽ കുബ്റാ. വീട്ടിലേക്ക് അങ്ങോട്ട് എന്നാൽ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ പറയുന്ന വാക്കുകൾ കേട്ടാൽ നബിതങ്ങൾക്ക് വലിയ സന്തോഷമാണ്, നബിതങ്ങൾക്ക് വലിയ ആശ്വാസമാണ്. അതാണ് ഖദീജ ബീബി. വീട്ടിനകത്ത് നബിതങ്ങൾക്കൊരു തണൽ മരമാണ് ബീബി ഖദീജ. എന്നാലോ പുറത്ത് എന്തൊക്കെ ഉപദ്രവങ്ങളുണ്ടോ ആ ഉപദ്രവങ്ങൾക്കൊക്കെ തടയിടാൻ ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, അബൂ ത്വാലിബാകുന്ന കുടുംബനാഥനുണ്ട്. അബൂ ത്വാലിബും വഫാത്തായി, ബഹുമാനപ്പെട്ട ഖദീജ ബിബിയും വഫാത്തായി. അകത്തെ തണലും നഷ്ടപ്പെട്ടു, പുറത്തെ തണലും നഷ്ടപ്പെട്ടു. ആമുൽ ഹുസ്ൻ, മുത്തുനബിയുടെ ഏറ്റവും വലിയ ദുഃഖത്തിന്റെ കാലഘട്ടമാണ്, ദുഃഖത്തിന്റെ വർഷമാണ് ആമുൽ ഹുസ്ൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറെ പ്രയാസങ്ങൾ സഹിച്ച ആ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവിയും അതേപോലെ തന്നെ അബൂ ത്വാലിബും വഫാത്തായി. നാടാകെ നബി തങ്ങൾക്കെതിരായി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിലേക്ക് നെഞ്ചും കണ്ണും ഉയർത്തിയിട്ട് മുത്തുനബി അങ്ങനെ, അല്ലാഹുവേ, നബിയുല്ലാഹി ആദം, ഖലീലുല്ലാഹി ഇബ്രാഹിം, കലീമുല്ലാഹി മൂസ, റൂഹുല്ലാഹി ഈസ അലൈഹിമുസ്സലാം, അവരെല്ലാവരും പ്രചരിപ്പിച്ച കലിമത്തു തൗഹീദ്, ആ ഹക്കായ ദീൻ പറയുകയല്ലേ ഞാൻ ചെയ്തിട്ടുള്ളൂ റബ്ബേ എന്ന ആ മനോവേദനയിലുള്ള ഒരു ഹൃദയം അള്ളാഹുവിലേക്ക് തുറന്നു വെച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കുകയാണ്. ഓ മുഹമ്മദ് എന്ന നബിയേ, ഓ പുന്നാര നബിയേ, ഭൂമി നിങ്ങളെ കൈവെടിഞ്ഞോ? ഭൂമിയിലെ ജനങ്ങൾ നിങ്ങളെ ഉപേക്ഷിച്ചോ? ഭൂമിയിൽ ആരും നിങ്ങളെ സ്വീകരിക്കുന്നില്ലേ? തങ്ങൾ വേദനിക്കണ്ട, തങ്ങൾ വിഷമിക്കണ്ട, തങ്ങൾ പ്രയാസപ്പെടണ്ട, തങ്ങൾ ഇങ്ങോട്ട് പോരൂ നബിയേ. മുത്തുനബിയുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ സമാശ്വസിപ്പിച്ചുകൊണ്ട്, കത്തുന്ന കൽബിന് വളരെ വലിയ ശാന്തത നൽകിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു തആല ക്ഷണിച്ചു. നബിയെ, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി പ്രചരണം നടത്തിയതുകൊണ്ട് ആരും നിങ്ങളെ കൈവിട്ടിട്ടില്ല. നിങ്ങൾ ഇങ്ങോട്ട് പോരൂ നബിയെ, നിങ്ങൾ ഇങ്ങോട്ട് വരൂ നബിയെ. മുത്തുനബിക്ക് അള്ളാഹു തആല വലിയ ഒരു സമ്മാനം കൊടുത്തു. ഇപ്പോ സ്കൂളൊക്കെ വെക്കേഷൻ അല്ലേ? 10 മാസം പഠിച്ചു കുട്ടികൾ, പരീക്ഷ എഴുതി, ഇനി ഒരു സമ്മാനമാണ്. എന്തിന്? അവിടെ ടൂറ് പോകാൻ, ഇവിടെ കുടുംബത്തിലേക്ക് വിരുന്നു പോകാൻ, ഗൾഫിലുള്ള വാപ്പാനെ കാണാൻ പോകാൻ, ഇല്ലേ, ഗൾഫിലുള്ള മറ്റ് കുടുംബങ്ങളൊക്കെ കാണാൻ പോകാൻ. അപ്പൊ അങ്ങോട്ട് യാത്ര, ഇങ്ങോട്ട് യാത്ര. യാ റബ്ബ്, കുട്ടികൾക്കൊക്കെ ഒരു സന്തോഷം കൊടുക്കാൻ അല്ലേ? എന്നാൽ ഹബീബുനാ റസൂലുള്ളാഹി
മുത്തുനബിക്ക് ഒരു സന്തോഷം കൊടുക്കാൻ തീരുമാനിച്ചു. അല്ലാഹു തആല തീരുമാനിക്കുന്നത്, അല്ലാഹു തആല തീരുമാനിക്കുന്ന നബിയെ, ത്വായിഫിലെ ജനങ്ങളും മക്കത്തെ ജനങ്ങളും ബാക്കിയുള്ളവരും ഒക്കെ തങ്ങളെ കൈവടിഞ്ഞോ, തങ്ങൾ വിഷമിക്കണ്ട, തങ്ങൾ പ്രയാസപ്പെടണ്ട. അല്ലാഹു തആല മുത്തുനബിയെ വിളിച്ചു. എന്നിട്ടോ ത്വാഹ റസൂലുള്ളാഹി, മുത്തുനബിയെ കൊണ്ടുപോകാൻ വേണ്ടി വരുന്നതാരാ? സയ്യിദുനാ മലക്ക് ജിബ്രീൽ. അതിന് മുമ്പ് ഒരാളും യാത്ര ചെയ്തിട്ടില്ലാത്ത സ്പെഷ്യൽ വാഹനം, ഒരു ടാക്സിക്കാറിലല്ല, ഒരു ടാക്സിക്കാറിലാണ്. നിങ്ങളൊക്കെ പലരും ഉപയോഗിച്ചിരിക്കുന്ന ഒരു വയന്ന വണ്ടിയിലാണ്. അല്ല, സുബ്ഹാന ജല്ല ജലാലുഹു, മുത്തുനബിയെ കൊണ്ടുപോകാൻ വേണ്ടി വരുന്നത് ഒരു സ്പെഷ്യൽ വാഹനം. ബുറാഖ് എന്ന വാഹനവുമായി സയ്യിദുനാ മലക്ക് ജിബ്രീൽ സംസം കിണറ്റിന്റെ അടുത്ത് വന്നു. വാഹനം അവിടെ പാർക്ക് ചെയ്തു. റസൂലുള്ളാഹിയെ വിളിച്ചു. നബി തങ്ങൾ ബീവി ഉമ്മുഹാനിന്റെ വീട്ടിലുണ്ട്. അവിടെ നിന്ന് മുത്തുനബിയെ എടുത്തു, സംസം കിണറ്റിന്റെ അടുത്ത് കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രത്യേകമായി ഒന്ന് കുളിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശിഖ്ഖു സദർ സംഭവത്തിന്റെ അവസാന ഘട്ടമാണത്. യാ റബ്ബ്. എന്നിട്ടോ ബുറാഖ് എന്ന വാഹനത്തിൽ കയറാൻ വേണ്ടി പറഞ്ഞു. ആ സംഭവത്തെ, ഇനി അങ്ങോട്ടുള്ള സംഭവത്തെ വിശുദ്ധ ഖുർആൻ പറയുന്നത്, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറകനാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ. ഖുർആൻ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന രീതി എന്താ? അറബി മുതഅല്ലിമീങ്ങൾക്കൊക്കെ അറിയാം. അറബി ഗ്രാമർ അനുസരിച്ച്, അറബി വ്യാകരണ ശാസ്ത്രം പഠിച്ചിരിക്കുന്ന ഒരാൾക്ക് അറബിയിൽ ഒരു അത്ഭുത ചിഹ്നം, അത്യത്ഭുതകരമായ ഒരു കാര്യം പറയാൻ ഉപയോഗിക്കുന്ന രീതി, അതിപ്പോ ഗൾഫിലൊക്കെ പോയി പരിചയമുള്ള നിങ്ങൾക്കൊക്കെ അറിയാം അല്ലേ? അറബികളുടെ മുമ്പിൽ നമ്മൾ സംസാരിച്ചാൽ സന്തോഷമുള്ളത് കേട്ടാൽ അറബികൾ എന്ത് പറയും? സന്തോഷമുള്ളത് ഇങ്ങനെ പറയുമ്പോൾ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അല്ലേ? മുസീബത്തുള്ളത് പറയുമ്പോൾ ഇന്നാ ലില്ലാഹി അല്ലേ? അതേ സമയത്ത് ഒരു ആശ്ചര്യമുള്ള കാര്യം സുബ്ഹാനല്ലാഹ് മാഷാ അല്ലാഹ് സുബ്ഹാനല്ലാഹ് അല്ലേ? സുബ്ഹാന അറബിയിൽ ഏറ്റവും അത്ഭുതകരമായിരിക്കുന്ന രീതിയിലാണ് ഖുർആൻ പറയുന്നത്. എന്താണ് ആ സംഭവത്തെക്കുറിച്ച്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോയത് ഇസ്രാ, അവിടെ നിന്ന് അള്ളാഹു വേണ്ടുക വച്ച ലോകത്തേക്ക് മുഴുവനും കൊണ്ടുപോയത് മിഅ്റാജ്. ഈ രണ്ട് സംഭവത്തെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഖുർആൻ ആ സംഭവം പറയാൻ ഒരുങ്ങാൻ. സുബ്ഹാന ആ പദം ഉപയോഗിച്ചെടുത്ത് തന്നെ തൗഹീദ് അറിയിക്കുന്നുണ്ട്. ഇവിടെ ആരാധിക്കപ്പെടുന്ന പല വസ്തുക്കളുമുണ്ട്. എന്നാൽ അങ്ങനെയുള്ള ശിർക്കിൽ നിന്ന്, കുഫറിൽ നിന്ന്, മറ്റെല്ലാറ്റിൽ നിന്നും പരിശുദ്ധനായ അല്ലാഹു സുബ്ഹാനല്ലാഹ്, ആ സുബ്ഹാന എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് അത്ഭുതത്തോടു കൂടെയാണ് ഖുർആൻ ഈ സംഭവം ഓർമ്മപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇസ്രാ മിഅ്റാജ് ഒരു സ്വപ്നമായിരുന്നു എന്ന് വ്യാഖ്യാനിക്കുന്ന ബിദ്അി കക്ഷികളുണ്ട്. അവരെ ശർറിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കണം. സ്വപ്നമാണ് എന്ന് പറയുന്നതോടുകൂടെ അത് ഖുർആനിനെ കൊച്ചാക്കലാണ്, അത് നബി തങ്ങളെ പരിഹസിക്കലാണ്. ഒരിക്കലും നമുക്കത് പറയാൻ പറ്റില്ല ഇല്ലേ? നിങ്ങൾ നോക്ക്, സ്വപ്നത്തെ കുറിച്ച് പറയുമ്പോൾ എങ്ങനെയാണ്? എന്താണ് ഒരു സ്വപ്നം എന്ന് പറഞ്ഞാല്? പല ചരിത്രങ്ങളും നമ്മൾ കേൾക്കാറുണ്ടല്ലോ അല്ലേ? ഞാനൊരു കഥ പറയാൻ. ഞാനൊരു ദിവസം ഒരു ബസ്സിൽ യാത്ര ചെയ്യാം. കോഴിക്കോട് നിന്ന് തലശ്ശേരിയിലേക്ക് വരുന്ന ഒരു ബസ്സിൽ ഞാൻ യാത്ര ചെയ്യാം. കൊയിലാണ്ടിയിലെത്തിയപ്പോൾ ബസ് നിർത്തി. അപ്പോ ഒരു സ്ത്രീയും ഒരു കുട്ടിയും ബസ്സിൽ കയറി. ഇരിക്കാൻ സീറ്റ് കിട്ടാതെ ആ സ്ത്രീയും കുട്ടിയും പ്രയാസപ്പെട്ടു. ബസ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുമ്പോ ഈ സ്ത്രീയുടെ കയ്യിൽ നിന്ന് കുട്ടി ഇങ്ങനെ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും. വല്ലാത്തൊരു കഷ്ടപ്പാട്.
അപ്പൊ ഞാൻ എന്റെ അടുത്ത സീറ്റിലിരിക്കുന്ന ആളെ ഇങ്ങനെ നോക്കി. അയാൾ സഹകരിക്കുകയാണെങ്കിൽ ഞങ്ങൾ രണ്ടാളും കൂടി വിചാരിച്ചാൽ ഒരു സീറ്റ് കൊടുത്താൽ ആ സ്ത്രീക്കും കുട്ടിക്കും ഇരിക്കാനും. അപ്പൊ എന്റെ അടുത്തിരിക്കുന്ന ആള് സഹകരിക്കുന്ന രീതി കാണുന്നില്ല. അപ്പൊ ഞാൻ പിന്നെ എന്ത് ചെയ്തു, കഴിയുന്ന ഒരു സഹായം, ആ സ്ത്രീയുടെ കയ്യിലുള്ള കുട്ടിയെ ഇങ്ങോട്ട് വിളിച്ചു എന്റെ കാലൊന്നും വിടത്തി ഞങ്ങൾ രണ്ടുപേരെയും ഇടയ്ക്ക് ചെറിയ കുട്ടിയെ ഇരുത്തി. ബസ് അവിടെ നിന്ന് പോന്നു. വടകര കഴിഞ്ഞിട്ടൊരു ജംഗ്ഷൻ ഉണ്ട്, കൈനാട്ടിൽ നിന്ന് അങ്ങോട്ട് പറയും. അവിടെ എത്തിയപ്പോൾ ബസ് നിർത്തിയപ്പോ യാ അല്ലാഹ്, ഈ സ്ത്രീ ബസ്സിൽ നിന്ന് ഇറങ്ങി. സ്ത്രീ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് വേഗം പോകാൻ നോക്കുക. അപ്പൊ ഞാൻ ആ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, നിങ്ങളെ കുട്ടിയെ കൊണ്ടുപോകുന്നില്ലേ? എന്റെ കുട്ടിയല്ല ഉസ്താദ്, നിങ്ങളെ കുട്ടിയായിരിക്കുന്ന. നിങ്ങൾക്ക് ചിരിച്ചാൽ മതി, എന്റെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കുന്നത്. നിങ്ങൾക്ക് നല്ല രസമില്ല. ബസ്സിലെ ആളുകളൊക്കെ എന്നെ നോക്കുക, ആ സ്ത്രീയെ നോക്കുക. പടച്ചോനെ ഇതെന്താ? ഞാൻ പറഞ്ഞു, നിങ്ങളെ കുട്ടിയെ ഞാനിങ്ങനെ നിങ്ങൾക്ക് ബസ്സിൽ കയറുമ്പോ ഒരു സീറ്റിൽ നിന്ന് സഹായിച്ചതല്ലേ, നിങ്ങളെ കുട്ടിയെ കൊണ്ടുപോയിക്കോളി. എന്റെ കുട്ടിയല്ല, എനിക്ക് കുട്ടിയെ വേണ്ട. ആളുകൾ എങ്ങനെ, ഏതാ ഒരു മുസ്ലിയാരി? ഞാനാകെ വിഷമിച്ചു. ഞാൻ അടുത്തിരിക്കുന്ന ആളുകളോടൊക്കെ പറഞ്ഞു, ഈ സ്ത്രീയുടെ കയ്യിൽ നിന്ന് കുട്ടിയെ വാങ്ങുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? പക്ഷെ ഇവരാരും കണ്ടു എന്നും പറയില്ല, കണ്ടിട്ടില്ല എന്ന് പറയാം. അങ്ങനെയാണല്ലോ ജനങ്ങൾ, എല്ലാവരും തടി കാക്കണ രീതിയാണ്. എന്നാ കണ്ടു എന്ന് പറയാം, കണ്ടിട്ടില്ല എന്ന് പറയാം. ഈ സ്ത്രീയാണെങ്കിലോ എന്റെ കുട്ടിയല്ല മൊയ്യാരെ, നിങ്ങളെ കുട്ടിയായിരുന്നു. ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഓടിച്ചെന്ന് ഡ്രൈവറോട് പറഞ്ഞു, വണ്ടി വിടാൻ നിൽക്കട്ടെ, പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കണം. ഒരു മഹാഭാഗ്യം, പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച ഉടനെ 2 പോലീസ് വണ്ടികൾ പറന്ന് ഓടി അവിടെ എത്തി. കുട്ടിയെയും കൊണ്ട് ഞാൻ ബസ്സിന്റെ അകത്തും കുട്ടിയില്ലാതെ ഈ പെണ്ണ് പുറത്തും. ആളുകളൊക്കെ അങ്ങ് അത്ഭുതപ്പെട്ട് നിൽക്കുകയും. എന്താ സ്ഥിതി നിങ്ങൾ ഓർത്തു നോക്കി. പോലീസ് വന്ന് നിർത്തി. തുടരും. ബാക്കി അടുത്ത രക്കം ഇതേ സമയം ഇതേ ദിവസം. പക്ഷെ ഒരു സംഗതി ഉണ്ടായി. എന്താ അവിടെ രക്ഷപ്പെട്ടത്? പോലീസൊക്കെ വന്നിങ്ങനെ നിൽക്കണ സമയത്ത് അപ്പുണ്ട് അസ്സലാത്തു ഖൈറും മിനൻ നൗം. നിങ്ങൾ വിചാരിച്ചത് നേരാന്ന് ഞാൻ സ്വപ്നം കാണാണ്. ആ കഥയുടെ എല്ലാ ഔട്ടും പൊട്ടിയില്ലേ, കഴിഞ്ഞില്ലേ? ഇനിയിപ്പോ ആ കഥക്ക് വല്ല കഥയുണ്ടോ? നിങ്ങളൊക്കെ എല്ലാവരും പടച്ചോനെ, കുട്ടി എന്തായി, ഉസ്താദ് എന്തായി, ആ പെണ്ണേതേനാവോ, ഉസ്താദ് രണ്ടാമത് കെട്ടിയ പെണ്ണുങ്ങളതിനാവോ, വേറുള്ളത് എന്തൊക്കെയോ വിചാരിച്ചിട്ടുണ്ട് ഞാൻ പറയാം. പക്ഷേ അസ്സലാത്തു ഖൈറും മിനൻ നൗം അത് സ്വപ്നമായിരുന്നു എന്ന് പറഞ്ഞതോടുകൂടെ ആ കഥയുടെ എല്ലാ കാര്യവും കഴിഞ്ഞില്ലേ? ഞാൻ ചോദിക്കട്ടെ, ലോക ജനതയെ മുഴുവനും പരിഹസിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ അല്ലാഹു തആല? സുബ്ഹാനല്ലദീ, അറബിയിൽ ഉപയോഗിക്കാവുന്ന അത്യത്ഭുതകരമായിരിക്കുന്ന എല്ലാ അത്ഭുതത്തിന്റെ ചിഹ്നവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു തആല മുത്തുനബിയുടെ ഇസ്രാ മിഅ്റാജ് പറയുന്നത് അതൊക്കെ ഒരു സ്വപ്നമായിരുന്നു എന്ന് അവസാനം പറയാനാ. സുബ്ഹാനല്ലദീ, അല്ലാഹു തആല എത്ര അത്ഭുതത്തിന്റെ ചിഹ്നം ഉപയോഗിച്ചു. എന്നിട്ട് എന്താ ഖുർആൻ പറയുന്നത്? അസ്റാ ബി അബ്ദിഹി. എന്താണ് അത്ഭുതത്തോടുകൂടെ അല്ലാഹു പറയുന്നത്? അസ്റാ ബി അബ്ദിഹി, തന്റെ അടിമയെ കൊണ്ട് രാപ്രയാണം ചെയ്യിപ്പിച്ചു. അബ്ദ് എന്ന് പറയണമെങ്കിൽ ആത്മാവ് മാത്രം പോരാ, ശരീരം മാത്രം പോരാ. അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു, അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ ശരീരം മാത്രമാണോ? റസൂലുള്ളാഹിന്റെ ആത്മാവ് മാത്രമാണോ? ദേഹവും ദേഹിയും ചേർന്ന ഒരു മനുഷ്യനാണ് അബ്ദ് എന്ന് പറയുന്നത്. അല്ലാഹു തആല ഇവിടെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അസ്റാ ബി അബ്ദിഹി, അല്ലാഹുവിന്റെ അടിമയെ കൊണ്ട് രാപ്രയാണം ചെയ്യിപ്പിച്ചു. സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി. എപ്പോഴാണ് ആ രാപ്രയാണം? ഒരു രാത്രി മുഴുവനുമല്ല, പിന്നെയോ ലൈലൻ. തൻവീനോട് കൂടെ ആ പദം നെക്കിറയായിട്ടാണ് ഉപയോഗിച്ചത്. തൻവീനോട് കൂടെ ആ പദം ഖുർആൻ നിങ്ങൾക്കറിയാമല്ലോ നെക്കിറായിട്ട്. എന്തിന്? ലൈലൻ, രാത്രിയിലെ കുറഞ്ഞ സമയം. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, രാത്രിയിലെ കുറഞ്ഞ സമയം. അത്രേ സമയം വേണ്ടി വന്നിട്ടുള്ളൂ. മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറകനാ ഹൗലഹു.
സുബ്ഹാനല്ലാഹ്, ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ കഅബ ശരീഫിന്റെ ചുറ്റുഭാഗത്ത് നിൽക്കുന്ന മസ്ജിദുൽ ഹറാം, ആ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സ എന്ന് പറഞ്ഞാൽ ബൈത്തുൽ മുഖദ്ദസിലാണ്. ബൈത്തുൽ മുഖദ്ദസ് നിൽക്കുന്ന ഭൂമിയെ അല്ലാഹുവിന്റെ ഖുർആൻ 5 ആയത്ത് കൊണ്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആ 5 ആയത്തിലും ബറക്കത്തുള്ള രാജ്യമെന്നാണ് ആ പ്രദേശത്തെ പറഞ്ഞത്. ഖുർആൻ ബറക്കത്താക്കപ്പെട്ട രാജ്യമെന്ന് പറഞ്ഞപ്പോൾ ഖുർആനിൽ പറഞ്ഞ ബറക്കത്ത് അത് മനസ്സിലാക്കിയിട്ട് ജൂതന്മാരവിടെ കുടിയേറി. ഖുർആനിൽ 5 സ്ഥലത്ത് ആ രാജ്യത്തെ പറ്റി പറഞ്ഞു. അൽ ഖുറല്ലത്തി ബാറകനാ ഫീഹാ, അല്ലാഹു തആല ബറക്കത്ത് ചെയ്തിരിക്കുന്ന രാജ്യം. ബാറകനാ ഹൗലഹു, അതിന്റെ ചുറ്റുഭാഗത്ത് ബറക്കത്തുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞിരിക്കുന്ന ആ ബൈത്തുൽ മുഖദ്ദസിലേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടുപോകുന്ന ആ രാപ്രയാണത്തിന് അല്ലാഹു തെരഞ്ഞെടുത്തിരിക്കുന്നത് ഈ റജബ് മാസം 27-നാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് തന്നെ നമുക്ക് ആത്മീയ നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട അലിക്കുഞ്ഞ് ഉസ്താദ് എല്ലാ റജബ് മാസവും ആരംഭത്തിലെ 5ഓ 6ഓ ദിവസം, എന്താണ് അത്രയും ദിവസം തെരഞ്ഞെടുക്കുന്നത്? അതിൽ മറ്റൊരു സംഭവമാണ് ഖാജ തങ്ങളുടെ, നമുക്ക് പറയാം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ റജബിൽ മുത്തുനബി ഏറ്റവും സന്തോഷിച്ച മാസമാണ്. അല്ലാഹുവിന്റെ റസൂലിനെ എടുത്തു, എന്നിട്ടോ ബുറാഖ് എന്ന വാഹനത്തിൽ നബിതങ്ങൾ കയറി. അല്ലാമ മുഹമ്മദ് മാലിക്കി തങ്ങൾക്ക് ഇസ്രാ മിഅ്റാജിനെ സംബന്ധിച്ച് മാത്രം ഒരു കിതാബുണ്ട്. സുബ്ഹാനല്ലാഹ്, എന്താണ് ആ കിതാബിലെ വിശദീകരണങ്ങൾ? അപൂർവങ്ങളായിരിക്കുന്ന ഇൽമുകൾ ഓർത്തിണക്കിയിട്ടാണ് ആ കിതാബ് ബഹുമാനപ്പെട്ടവർ രചിച്ചിട്ടുള്ളത്. ചെറിയ കിതാബാണ്, പക്ഷേ ഈ സംഭവത്തിന്റെ മുഴുവൻ കാര്യങ്ങളും കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബുറാഖ് എന്ന വാഹനത്തിൽ കയറിയപ്പോൾ ആ വാഹനം പതുക്കെ ഒന്ന് കാലെടുത്തു വെച്ചു. നബിതങ്ങൾ പറയുന്നത് ആ വാഹനത്തിന്റെ സ്പീഡ് എങ്ങനെയാണ്? കണ്ണ് എത്തുന്ന ദൂരത്തേക്ക് അതിന്റെ കാല് എത്തും, അതാണ് സ്പീഡ്. പതുക്കെ ഒന്നിങ്ങനെ കാലെടുത്തു വെച്ചപ്പോൾ മദീനയിലെത്തി. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഹാദിഹി ത്വയ്ബത്തു, നബിയെ ഇത് ത്വയ്ബയാണ്, നിങ്ങൾക്ക് പിന്നീട് വന്ന് താമസിക്കാനുള്ള സ്ഥലമാണ്. സ്വല്ലി റകഅത്തൈനി യാ റസൂലല്ലാഹ്, 2 റകഅത്ത് നിസ്കരിച്ചോളൂ നബിയേ. മദീനയിൽ ഇറങ്ങി 2 റകഅത്ത് നിസ്കരിച്ചു. അവിടെ നിന്ന് വാഹനപ്പുറത്ത് കയറിയപ്പോൾ പതുക്കെ ഒന്ന് കാലെടുത്തു വെച്ചപ്പോൾ തൂരി സീനാ പർവ്വതത്തിലെത്തി. മൂസാ നബിക്ക് തൗറാത്ത് കൊടുത്ത സ്ഥലമാണ് നബിയെ, 2 റകഅത്ത് നിസ്കരിച്ചോളൂ. അവിടെ നിന്ന് പതുക്കെ വന്ന് കാലെടുത്തു വെച്ചപ്പോൾ ബത്ലഹേമിലെത്തി. സുബ്ഹാന ജല്ല ജലാലു, ഈസാ നബിയുടെ ചരിത്രമുറങ്ങുന്ന സ്ഥലമാണ്, 2 റകഅത്ത് നിസ്കരിച്ചോളൂ. അവിടുന്ന് ബഹുമാനപ്പെട്ട സഹോദരന്മാർ ഒരു പതുക്കെ ഒന്ന് കാലെടുത്തു വെച്ചപ്പോൾ ബൈത്തുൽ മുഖദ്ദസിലെത്തി. അല്ലാഹുവിന്റെ റസൂൽ വന്നിരിക്കുന്ന വാഹനം ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ പാർക്ക് ചെയ്തു. ഞാൻ ബൈത്തുൽ മുഖദ്ദസിൽ ഞങ്ങളൊരു 40 അംഗ സംഘം ബൈത്തുൽ മുഖദ്ദസ് സന്ദർശിക്കാൻ വേണ്ടി പോയപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബുറാഖിന്റെ വാഹനം പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലം അത് ചരിത്ര പ്രാധാന്യത്തോടുകൂടെ അതിന്റെ അത്ഭുതകരമായിരിക്കുന്ന കാഴ്ചയിൽ നമുക്ക് നേരിട്ട് കാണാൻ പറ്റിയ രൂപത്തിലുണ്ട്. ആ വാഹനം പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലം, അവിടെ ബുറാഖ് എന്ന വാഹനത്തെ നിർത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും കൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം ആ പള്ളിയിലേക്ക് അങ്ങോട്ട് കയറുമ്പോൾ പള്ളിയുടെ വാതിലുകളൊക്കെ അടഞ്ഞു കിടക്കുന്നുണ്ട്. ഒരു വാതിൽ മാത്രം തുറക്കപ്പെട്ടിട്ടുണ്ട്. സയ്യിദുനാ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ആ വാതിലൂടെ കടന്നപ്പോൾ പള്ളി നിറയെ ജനങ്ങളാണ്. പാതിരാവിന്റെ സമയത്ത് പള്ളി നിറയെ ജനങ്ങളാണ്. സയ്യിദുനാ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിയെ ആ പള്ളിയുടെ മെഹ്റാബിലേക്ക് അങ്ങോട്ട് നിർത്തിയിട്ട് ജമാഅത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകാൻ പറഞ്ഞപ്പോൾ മുത്തുനബി പറയുകയാണ്, ഒരു ഇമാം മെഹ്റാബിലേക്ക് നിന്നാൽ ആദ്യമായിട്ട് അദ്ദേഹം എന്ത് ചെയ്യണം? തന്റെ വലഭാഗത്തേക്ക്, തന്റെ ഇടഭാഗത്തേക്ക്, തന്റെ പുറകിൽ എത്ര ആളുകൾ നിൽക്കുന്നുണ്ട്, രോഗികളുണ്ടോ, പ്രായമുള്ളവരുണ്ടോ, എത്ര സൗണ്ടിൽ ഓതണം, ഇതൊക്കെ നോക്കാൻ ഒന്ന് ചുറ്റുഭാഗത്ത് നോക്കണം. നബിതങ്ങൾ മെഹ്റാബിലേക്ക് നിന്നുകൊണ്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നേരെ ബാക്കിൽ നിൽക്കുന്നു നബിയുല്ലാഹി ആദം, തൊട്ടടുത്ത് നിൽക്കുന്നു ഖലീലുല്ലാഹി ഇബ്രാഹിം, തൊട്ടടുത്ത് നിൽക്കുന്നു നബിയുല്ലാഹി ഇസ്മായിൽ, തൊട്ടിപ്പുറത്ത് നിൽക്കുന്നു കരീമുല്ലാഹി മൂസ, റൂഹുല്ലാഹി ഈസ. എല്ലാ അമ്പിയാക്കളും ആ പള്ളിയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അന സയ്യിദു വൽദി ആദം, ആദം സന്തതികൾക്ക് മുഴുവനും നേതാവ് മുഹമ്മദ് മുസ്തഫ.
മുത്തുനബി അമ്പിയാക്കൾക്ക് മുഴുവനും ഇമാമായി നിസ്കരിച്ചപ്പോൾ അല്ലാഹു തആല മുത്തുനബിയോട് പറഞ്ഞില്ലേ, നബിയെ ത്വായിഫ് നിങ്ങളെ കൈയൊഴിച്ചോ, മക്കത്തുൽ മുക്കറമ നിങ്ങളെ കൈയൊഴിച്ചോ, ജനങ്ങളൊക്കെ നിങ്ങളെ വിട്ടോ, നിങ്ങളെ മനസ്സ് വേദനിച്ചോ, ഇങ്ങോട്ട് വരൂ നബിയെ, അമ്പിയാക്കൾ നിങ്ങളെ കൈവിട്ടിട്ടില്ല, ഇങ്ങോട്ട് വരൂ നബിയെ, മലക്കുകൾ നിങ്ങളെ കൈവിട്ടിട്ടില്ല. മുത്തുനബിയുടെ മനസ്സിനെ അങ്ങേയറ്റം ആശ്വസിപ്പിച്ച് സമാധാനിപ്പിച്ചുകൊണ്ട് അല്ലാഹു തആല കൊടുത്തിരിക്കുന്ന ഓഫർ യാത്രയാണ് ഈ ടൂർ. നമ്മുടെയൊക്കെ കുട്ടികൾക്ക് ഇടയ്ക്കൊരു മനസ്സിന്റെ സന്തോഷത്തിന് ഒരു വിരുന്ന് പോകൽ നല്ലതാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഉമ്മയുടെ വീട്ടിലേക്ക് കുട്ടികളൊക്കെ കൂട്ടിയിട്ടൊന്ന് വിരുന്നു പോകാം, വാപ്പാന്റെ വീട്ടിലേക്കൊന്ന് വിരുന്നു പോകാം, കുടുംബം ഗൾഫിലുണ്ട് അങ്ങോട്ടേക്കൊന്ന് പോവുക, അവരിങ്ങോട്ടൊന്ന് വരിക. സുബ്ഹാനല്ലാഹ്, ഒരു യാത്ര ഇങ്ങനെ അങ്ങോട്ട് സംഘടിപ്പിച്ച് സഅദിയയിൽ കാണാൻ പോയി, സിറാജുൽ ഹുദ കാണാൻ പോയി, മർക്കസ് കാണാൻ പോയി, മഅദിൻ സ്വലാത്ത് നഗറിലൊന്ന് പങ്കെടുത്തു. അങ്ങനെ ആത്മീയ കേന്ദ്രങ്ങളൊക്കെ ഒന്ന് സിയാറത്തിന് വേണ്ടി പോവുക. ഇതൊക്കെ കുട്ടികളെ കൊണ്ട് ഇടക്കിടക്ക് നടത്തുന്നത് ഒരു ഉല്ലാസമാണ്. ഹബീബ് റസൂലുള്ളാഹ് നബിതങ്ങൾക്ക് ഒരു യാത്ര സംഘടിപ്പിച്ചത് അല്ലാഹു തആല സുബ്ഹാന ജല്ല ജലാലു എല്ലാ അമ്പിയാക്കളെയും കൂട്ടിട്ട് അമ്പിയാക്കൾക്ക് ഖാസ്സായ നിസ്കാരമാണ്. ആ ഖാസ്സായ നിസ്കാരം നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവരെല്ലാവരും പരിചയപ്പെട്ട് ഉറപ്പിച്ചിട്ട് അമ്പിയാക്കളൊക്കെ വന്ന സ്ഥലത്തേക്ക് പിരിഞ്ഞു. യാ റബ്ബ് അറജൻ നബിയു ഇലസ്സമാ, ബുറാഖ് എന്ന വാഹനം ആകാശത്തേക്കുള്ള പുറപ്പാടായി. സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി കമാ സറൽ ബദ്റു ഫി ദാജിം മിനൽ ളുലമി മൗലായ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹുവിന്റെ റസൂലിന് ഏറ്റവും സന്തോഷമുള്ള മാസമാണ്, ഉമ്മത്തികൾക്ക് ഏറ്റവും സന്തോഷമുള്ള മാസമാണ്. എന്താണ് സംഗതി? അല്ലാഹുവിന്റെ റസൂൽ അള്ളാനെ നേരിൽ കണ്ട ദിവസം ഇതാ വരുന്നു. അല്ലാഹു തആല ഉമ്മത്തികൾക്ക് അള്ളാഹിനോട് നേരിട്ട് സംസാരിക്കാൻ 5 വഖത്ത് നിസ്കാരം കൊടുത്ത ദിവസം ഇതാ വരുന്നു. യാ റബ്ബ്, ഞമ്മക്കതിന് ആകെ ദുനിയാവിന്റെ ചിന്തയേ ഉള്ളൂ, അല്ലേ? പടച്ചവനെ, മുമ്പ് എത്ര വഖത്ത് നിസ്കാരം നിർബന്ധാക്കിയെന്ന് പറഞ്ഞത്? 50 വഖത്ത്. ഒരു കുട്ടി ഞങ്ങളെ നാട്ടിൽ നിന്ന് സൗദി അറേബ്യയിൽ പോയി, അവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ജോലി കിട്ടി. അപ്പൊ അവൻ നാട്ടിലേക്ക് ഫോൺ ചെയ്ത് പറഞ്ഞു, ഉപ്പ അന്ന് മൂസാ നബി ആ നിസ്കാരം ചുരുക്കാൻ പറഞ്ഞത് മോശമായിപ്പോയി. 50 വഖത്തുണ്ടെങ്കിൽ നല്ല സുഖമായിരുന്നു ഇവിടെ. കാരണം എന്താ, ഓരോ നിസ്കാരത്തിനും കട അടക്കും. അപ്പൊ 50 വഖത്തിന് അടച്ചാലേ എന്താ എന്റെ സുഖം. ചില ടൈമിലൊക്കെ അവിടെ പീടി അടക്കാൻ. അപ്പൊ ഓരോ അടക്കണ സമയത്തും 2 പൊറാട്ട കറി കൂട്ടിയിട്ട് ബിസ്മില്ലാ. അപ്പൊ 50 വഖത്തിന് അടച്ചാലേ വലിയ സന്തോഷാണല്ലോ. നമ്മൾ നിസ്കാരം കൂടി ഏതിനുപയോഗിക്കുകയാണ്? ദുനിയാവിന്റെ ആവശ്യത്തിനെ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. ഹബീബ് റസൂലുള്ളാഹ് ആകാശലോകത്തേക്ക് മുത്തുനബി ആകാശലോകത്തേക്ക് അങ്ങോട്ട് കയറുമ്പോൾ ഒന്നാം ആകാശത്തിൽ പോയി മുട്ടിയപ്പോ അവിടെ നിൽക്കേണ്ട മലക്കുകളും അമ്പിയാക്കളും തോരണങ്ങളെ കൊണ്ട് നിറഞ്ഞ് മാലകളൊക്കെ ഇങ്ങനെ കെട്ടിയിട്ട് പ്രകാശപൂരിതമായി കാത്തു നിൽക്കുകയാണ്. നിങ്ങൾക്കറിയാം ആ ചരിത്രം. 1, 2, 3, 4, 5, 6, 7 ആകാശം കഴിഞ്ഞപ്പോൾ ഫലമ്മാ നഅന്നാമൂസു വൽ ഖൽബു ഫീ സഖഫ് അതാഹുന്നിദാ യാ സയ്യിദർ റുസുലി ലാ തഖഫ് അനല്ലാഹു മിന്നി ബിത്തഹിയ്യാതി തുബ്ദഊ. 7 ആകാശം കഴിഞ്ഞപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയെ എനിക്ക് പറ്റില്ല, എനിക്കുള്ള അവസരം കഴിഞ്ഞു. ഫലമ്മാന അന്നാമൂസു വൽ ഖൽബു ഫീ സഖഫ്. ജിബ്രീൽ അലൈഹിസ്സലാം പുറകോട്ട് മാറി. നബി തങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളൊരു പേടി. ആ സമയത്ത് ബൈത്തുൽ മഅമൂർ കഴിഞ്ഞു, സിദ്റത്തുൽ മുന്തഹ കഴിഞ്ഞു. അല്ലാഹു തആല വേണ്ടുക വെച്ച പുതിയ ലോകത്തിലൂടെ മനുഷ്യ കൈകടത്തലുകൾക്ക് ഒരിക്കലും വിധേയമാകാത്ത ആ ലോകത്തുകൂടെ നബി തങ്ങൾ യാത്ര ചെയ്തു പോകുമ്പോൾ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നൊരു വിളി കേൾക്കുകയാണ്, അതാഹുന്നിദാ
യാ സയ്യിദർ റസൂലി ലാ തഖഫ്, അല്ലാഹുവിന്റെ നേതാവായ നബിയെ, അമ്പിയാക്കൾക്ക് മുഴുവനും നേതാവായിട്ടുള്ള നബിയെ, അതാഹുന്നിദാ, അള്ളാഹിന്റെ ഭാഗത്ത് വിളി കേൾക്കുകയാണ്. യാ സയ്യിദർ റസൂൽ, അമ്പിയാക്കൾക്ക് നേതാവായ നബിയെ, ലാ തഖഫ്, തങ്ങൾ പേടിക്കണ്ട, അനല്ലാഹു മിന്നി ബിത്തഹിയ്യാതി തുബ്ദഊ, നിങ്ങളിപ്പോൾ അള്ളാഹുവിന്റെ ഹദറത്തുൽ ഖുദ്സിലാണ്, നിങ്ങൾ അള്ളാഹിനോട് നേരിട്ട് സംസാരിച്ചോളൂ നബിയെ. അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും മാത്രം. ഹബീബും വമഹബൂബുൻ വമാ സമ്മ സാലിസൂ, അള്ളാഹുവും റസൂലും മാത്രം ഒരു അഭിമുഖ സംഭാഷണം. അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്, അള്ളാഹുവിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് 1,00,000-ൽ പരം അമ്പിയാക്കൾ, അല്ലെങ്കിൽ 2,24,000 അമ്പിയാക്കൾ, അവർക്കാർക്കും മഖ്ലൂഖിങ്ങൾക്കാർക്കും സാധിക്കാത്ത ഒരു അപൂർവ രംഗം അല്ലാഹു തആല മുത്തുനബിക്ക് അനുവദിച്ചു കൊടുത്തു. ത്വായിഫിലെ കല്ലേറ്, മുത്തുനബിയുടെ കഴുത്തിലെ കുടൽമാല, സ്വഹാബാക്കൾക്ക് വന്ന പീഡനം, മുത്തുനബി സഹിച്ചിരിക്കുന്ന പട്ടിണി, അല്ലാ ദിവസങ്ങളോളം ഭക്ഷണം കിട്ടാത്തത് കൊണ്ട് നബിയും സ്വഹാബാക്കളും സുബ്ഹാന ജല്ല ജലാലു മരത്തിന്റെ ഇല പറിച്ച് ഭക്ഷണം കഴിച്ചിട്ട് അന്ന് ഞങ്ങൾ കാഷ്ടിച്ചിരുന്നത് ആടുകൾ കാഷ്ടിക്കുന്നത് പോലെയായിരുന്നുവെന്ന് ബഹുമാനപ്പെട്ട സ്വഹാബാക്കൾ രേഖപ്പെടുത്തിയില്ലേ. ഈ പ്രയാസങ്ങളൊക്കെ സഹിച്ച വകയിൽ അല്ലാഹു തആല മുത്തുനബി കൊടുത്തിരിക്കുന്ന ഒരു സമ്മാനം, ആ സമ്മാനമാണ് ഇസ്റാ മിഅ്റാജ്. ആ മിഅ്റാജ് മുത്തുനബിയുമായി നേരിട്ട് നടക്കുന്ന അഭിമുഖ സംഭാഷണം, അല്ലാഹുവും റസൂലും നേർക്ക് നേർ. തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്. ആ അഭിവാദ്യം അങ്ങോട്ട് അർപ്പിച്ചപ്പോൾ അല്ലാഹു തആല അസ്സലാമു അലൈക അയ്യുഹൻ നബിയൂ, മുത്തുനബിക്ക് അങ്ങോട്ട് സലാം ചൊല്ലിയപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് അവിടെ പറഞ്ഞത്, അല്ലാഹുവേ, ഈ സന്തോഷത്തിന്റെ മുഹൂർത്തത്തിൽ, ഈ സന്തോഷത്തിന്റെ ആധിക്യത്താൽ മുത്തുനബിയുടെ സലാം എനിക്ക് മാത്രം കിട്ടിയാൽ പോരല്ലോ, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. ആ സന്തോഷത്തിന്റെ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ, അല്ലാഹുവേ, നിന്റെ ഭാഗത്തുനിന്നുള്ള സലാമത്ത്, നിന്റെ ഭാഗത്തുനിന്നുള്ള സലാം, നിന്റെ ഭാഗത്തുനിന്നുള്ള രക്ഷ എനിക്ക് മാത്രം പോരല്ലോ, എന്നെ വിശ്വസിച്ച് കാലാകാലം താമസിക്കുന്ന സ്വാലിഹീങ്ങൾക്ക് വേണ്ടേ. അല്ലാഹുമായുള്ള അഭിമുഖ സംഭാഷണം, അതിന് സാക്ഷ്യം വഹിച്ച റജബ് മാസം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ റജബിൽ ഒട്ടേറെ ചരിത്രങ്ങൾ പറയാനുണ്ട്, പക്ഷേ വിശദീകരിക്കാൻ നമുക്കിവിടെ സമയം ഇല്ല. ഞാൻ എന്റെ കൂട്ടുകാരോട് ഈ റജബിലെ സംഭവങ്ങളിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ ഓർക്കുന്നതാണ് ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഇന്ത്യ രാജ്യത്തൊട്ടാകെ യാത്ര ചെയ്ത് നോക്കിയാൽ എന്ന് വേണ്ട, മുസ്ലിംകളുള്ള ഏത് രാജ്യത്ത് യാത്ര ചെയ്താലും അവിടെയൊക്കെ മഹാന്മാരുടെ മഖബറ കാണാം, ഒരു പക്ഷേ അമ്പിയാക്കളുടെ. അൽ മംലക്കത്തുൽ ഉർദുനിയത്തുൽ ഹാഷിമിയ, അതാണ് ജോർഡാന്റെ മുഴുവൻ പേര്. ജോർഡാന്റെ തലസ്ഥാന നഗരമായ അമ്മാനിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ മാറി അങ്ങോട്ട് ചെന്നാൽ വലിയ ഒരു മല, ആ മലക്കൊരു വലിയ ഗുഹ, ആ താഴ്ഭാഗത്ത് വലിയ കമാനം. ഇന്നഹും ഫിത്യത്തുൻ ആമനു ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. അൽ കഹ്ഫിന്റെ സിയാറത്ത് കേന്ദ്രമാണ് അവിടെ. അല്ലാഹു പോകാൻ ഭാഗ്യം തരണം. സുബ്ഹാന ജല്ല ജലാലുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് യാത്ര ചെയ്ത് പോയാൽ സുബ്ഹാനല്ലാഹ്, തൂർ സീനാ പർവ്വതത്തിന്റെ മുകൾ ഭാഗം ഒരു വല്ലാത്ത ഒരു ഗാംഭീര്യത്തിൽ നിൽക്കുന്ന മഖബറ കാണാം. ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിന്റെ മഖബറ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവിടെ നമ്മൾ ഫലസ്തീനിലേക്ക് അങ്ങോട്ട് അതിർത്തി കടന്നു ചെല്ലുമ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റും ബഹുമാനപ്പെട്ട സയ്യിദുന
ഖലീലുല്ലാഹി നബി ഇബ്രാഹിം, അവിടുത്തെ പ്രിയപ്പെട്ട മകൻ ഇസ്ഹാഖ് അലൈഹിസ്സലാം, അവരുടെ ഭാര്യ റഫീഖ ബീബി റളിയല്ലാഹു അൻഹാ, 3 പേരുടെയും മഖാമ് നിൽക്കുന്ന സ്ഥലം നോക്കിയാൽ ഈ മൈതാനിയുടെ ഡബിൾ അത്ര സ്ഥലത്താണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എല്ലാ സ്ഥലത്തും. അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് മനസ്സിലാക്കണം, സുന്നത്ത് ജമാഅത്ത് മാത്രമാണ് അള്ളാന്റെ ദീന്. പുതിയ പ്രസ്ഥാനമുണ്ടല്ലോ, മൗദൂദി, ജമാഅത്തെ ഇസ്ലാമി, വഹാബി, ഇതൊന്നും പാരമ്പര്യമില്ലാത്തതാണ്. അതുകൊണ്ടാണല്ലോ അമ്പിയാക്കളെ കൂട്ടത്തിൽ ഒരൊറ്റ നബി ജമാഅത്തെ ഇസ്ലാമി ഇല്ലല്ലോ. ഉണ്ടോ? നിങ്ങൾ കേട്ടോ? ആ നബി ജമാഅത്തെ ഇസ്ലാമിയാണെന്ന് പറഞ്ഞു കേട്ടോ? നബിമാരെ കൂട്ടത്തിൽ ഒരൊറ്റ മുജാഹിദില്ല. ഔലിയാക്കളെ കൂട്ടത്തിൽ ഒരൊറ്റ സലഫില്ല. ഉണ്ടോ? വഹാബി ഉണ്ടോ ഔലിയാക്കളെ കൂട്ടത്തിൽ? അവിടെ ഒരു മക്കാമുണ്ട്, അത് വഹാബികളെ കൂട്ടത്തിൽപ്പെട്ട ഒരു വലിയന്റേതാണ്. നിങ്ങൾ ഇതുവരെ കേട്ടോ? എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ അമ്പിയാക്കളോ ശുഹദാക്കളോ സ്വാലിഹീങ്ങളോ മലക്കുകളോ ഒന്നിന്റെയും പിന്തുണയും പാരമ്പര്യവും ഇല്ലാത്തതാണ് പുതിയ പ്രസ്ഥാനക്കാർ. അള്ളാഹു അവരെ ഷർറിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, നമ്മളെ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കട്ടെ, നമ്മുടെ പെൺകുട്ടികളെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പലർക്കും പല സീഡിയും പല പുസ്തകങ്ങളും പല കാസറ്റുകളും പല പ്രദർശനങ്ങളും ഒക്കെ നടക്കുന്ന കാലമാണ്. ഈമാൻ തെറ്റിപ്പോകാൻ പാടില്ല. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും സന്തോഷിച്ച മാസത്തിൽ സ്വാലിഹീങ്ങളോട് അടുത്തു നിൽക്കുക, അള്ളാഹുവിന്റെ റസൂലിന്റെ ഓർഡർ പ്രകാരം, അള്ളാഹുവിന്റെ റസൂലിന്റെ നിർദ്ദേശപ്രകാരം അള്ളാഹു അധികാരപ്പെടുത്തി പറഞ്ഞയച്ചിരിക്കുന്ന ഹാജാത്തങ്ങൾ നമ്മുടെ ഇന്ത്യ രാജ്യത്തേക്ക് വരുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ വിളിച്ചിട്ട് പറഞ്ഞു, യാ മുഈനുദ്ദീൻ അൻത സുൽത്താനുൽ ഹിന്ദി വ വലിയുഹാ ലാക മസ്കനുക വ മദ്ഫനുക. ഇന്ത്യ രാജ്യത്തിന്റെ രക്ഷാധികാരിയും ഭരണാധികാരിയുമായി നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനി മുതൽ ഭൂമിയുടെ മുകൾ ഭാഗത്തും ഭൂമിയുടെ അടിഭാഗത്തും നിങ്ങളെ ഹയാത്ത് കാലത്തും മരണശേഷവും നിങ്ങൾക്ക് താമസിക്കാനുള്ളത് ഇന്ത്യയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്ത്യ രാജ്യത്തേക്ക് ഖാജാ തങ്ങളെ അയച്ചപ്പോൾ സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി അങ്ങനെ വരച്ചു കാണിച്ചു കൊടുത്തു. മക്കത്തുൽ മുക്കറമ മദീന മുനവ്വറയിൽ നിന്ന് ബഹുമാനപ്പെട്ട സഹോദരന്മാരെ ജിദ്ദ വഴി ഇറാഖിലെത്തി, ഇറാഖിൽ നിന്ന് ഇന്നത്തെ അഫ്ഗാന്റെ തലസ്ഥാനമായ കാണ്ഡഹാറിലെത്തി, കാണ്ഡഹാറിൽ നിന്ന് ഖാജാ തങ്ങൾ ഡൽഹിയിലെത്തി, ഡൽഹിയിൽ നിന്ന് ഖാജാ തങ്ങൾ അജ്മീർ ഷരീഫിൽ മുത്തുനബി കാണിച്ചു കൊടുത്തിരിക്കുന്ന ആ മരത്തണലിൽ വന്നിരുന്നു. ആ മരത്തിന്റെ തണലിലിരുന്നു കൊണ്ട് ഖാജാ തങ്ങൾ ഖുർആൻ ഓതാൻ തുടങ്ങി. അത്ഭുതകരമായിരിക്കുന്ന ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഖാജാ തങ്ങളെ പരിസരത്തേക്ക് ആളുകൾ ഓരോന്നോരോന്ന് വരുന്നു. പലരും പല സങ്കടങ്ങൾ പറയുന്നു. ഖാജാ തങ്ങളെ കൊണ്ട് രോഗം ശിഫയാകുന്നു, ഖാജാ തങ്ങളെ കൊണ്ട് മക്കളില്ലാത്തവർക്ക് മക്കളെ കിട്ടുന്നു, ഖാജാ തങ്ങളെ കൊണ്ട് ഉണങ്ങിക്കിടക്കുന്ന കൃഷികൾ പച്ച പിടിച്ചതാകുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ ആളുകൾ ഇങ്ങനെ ഇസ്ലാമിലേക്ക് വരാൻ തുടങ്ങി. ആ സമയത്ത് ഇസ്ലാം വർദ്ധിച്ചു വരുന്നു, അണികൾ കൂടിക്കൂടി വരുന്നു എന്ന് കണ്ടപ്പോൾ ആ രാജ്യത്തെ വലിയ ഒരു മെസ്മരിസത്തിന്റെ ആളെ സംഘടിപ്പിച്ചുകൊണ്ട് പൃഥ്വിരാജന്റെ ഭരണകൂടം ഖാജാ തങ്ങളെ നശിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. അല്ലാഹു റബ്ബി ഷാദി ദേവ് എന്ന പേരിൽ അറിയപ്പെടുന്ന അക്കാലത്തെ ഏറ്റവും വലിയ ഒരു മെസ്മരിസത്തിന്റെ ആള് അദ്ദേഹത്തിന്റെ സിഹർ മുഴുവനും സംഘടിപ്പിച്ചു, സാഹിര്യങ്ങളെല്ലാം സംഘടിപ്പിച്ചു. ഖാജാ തങ്ങളിലേക്ക് എതിർപ്പിന് വേണ്ടി വരികയാണ്. ഖാജാ തങ്ങൾ ഇരിക്കുന്ന മരത്തിന്റെ ചുവട്ടിലേക്ക് ഇടക്കിടക്ക് ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ വന്ന് വീഴുകയാണ്. ഒരു കയറിന്റെ കഷ്ണം അത് വന്ന് വീണാൽ അതിങ്ങനെ തേളായി മാറുകയാണ്, ചില ജീവികളായി മാറുകയാണ്. ഇതൊക്കെ കണ്ടപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഖാജാ തങ്ങൾ ആ ജീവികളെ അങ്ങോട്ട് നോക്കുമ്പോഴേക്ക് അത് പേടിച്ചു. അതിന്റെ ആ മെസ്മരീഷം ശൈത്താൻ അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. സുബ്ഹാന ജല്ല ജലാലു. അങ്ങനെ അത്ഭുതങ്ങൾ ഷാദീദേവ് ഇങ്ങനെ അത്ഭുതം കാണിച്ചുകൊണ്ടിരിക്കുന്ന മധ്യേ ബഹുമാനപ്പെട്ട ഖാജാ തങ്ങൾ ആ മരത്തണലിൽ നിന്ന് എഴുന്നേറ്റ് ഷാദീദേവിനെ ഒരൊറ്റ നോട്ടമാണ്. ആ നോട്ടം അങ്ങ് നോക്കിയപ്പോൾ ഖാജാ തങ്ങളുടെ ദർശനം ഇങ്ങോട്ട് വന്നപ്പോൾ ഷാദീദേവിന്റെ കൂടെയുള്ള ശൈത്താന്മാര് മുഴുവനും ഓടി രക്ഷപ്പെട്ടു. പിശാച്ചില്ലാതെ ഇവൻ മാത്രം നിന്നു. പേടിച്ച് വിറച്ച് ഖാജാ തങ്ങളുടെ അടുക്കൽ വന്നു. കാൽക്കൽ വീണിട്ട് കേണപേക്ഷിച്ചു. ഖാജാ തങ്ങൾ അവന് മാപ്പ് കൊടുത്തു, ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുത്തു. ഷാദീദേവിന്റെ പേര് മാറ്റി സഅദി എന്ന് പേരിട്ടു. അതാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ, സ്വാറസാദി ദേവുഹും സഅദി ബിനവരിൻ മിൻകും
المدد يا شيخ أجمير معين الدين لا إله إلا الله. ആ ഖാജ തങ്ങളുടെ 804 ഉറൂസ് മുബാറക് ഈ റജബ് മാസത്തിലെ ആത്മീയതയുടെ നിറകുടമാണ്. അള്ളാഹു അവിടുത്തെ പൊരുത്തം നമുക്ക് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ പരിശുദ്ധമായ റജബ് മാസത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ മിഅ്റാജ് മുത്തുനബിയുമായി നേരിൽ സംസാരിച്ചത്, നമുക്ക് 5 വഖത്ത് നിസ്കാരം അള്ളാഹു തആല തന്നത് എന്തിനാണ്? അള്ളാഹുമായി നേരിൽ സംസാരിക്കാൻ. നിസ്കാരത്തിലിരിക്കുന്ന ആള് നിസ്കാരം തുടങ്ങുമ്പോ തന്നെ അല്ലാഹു അക്ബർ, അള്ളാഹുവിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് തുടങ്ങുക. എന്നിട്ടോ അത്തഹിയാത്തിൽ ഇരുന്നുകൊണ്ട് നമ്മളും അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്, അള്ളാഹുവിനോട് നേരിൽ സംസാരിക്കാൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇങ്ങനെ മുസ്ലിം ലോകത്തിന് അല്ലാഹു തആല അള്ളാഹുമായി നേരിൽ സംസാരിക്കാൻ അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിനീൻ, നിസ്കാരം സത്യവിശ്വാസിയുടെ മിഅ്റാജാണ്. ആ മിഅ്റാജിന്റെ നിസ്കാരം അല്ലാഹു തആല നമുക്ക് നൽകിയ മാസം, മുത്തുനബിക്ക് ലോകത്തെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ദിവസം, ഖാജ തങ്ങളുടെ ആ ഉറൂസ് മുബാറക്കിന്റെ മാസം, ഇതെല്ലാം കൊണ്ടും അനുഗ്രഹീതമായ ഈ മുഹൂർത്തത്തിൽ അലിക്കുഞ്ഞ് ഉസ്താദിന്റെ ലത്തീഫിയ നമുക്കൊരുക്കിയിരിക്കുന്ന ഈ വിരുന്ന് സൽക്കാരം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഈ സ്ഥാപനത്തിൽ എല്ലാ വർഷവും നമുക്കിങ്ങനെ റജബ് 1 മുതൽ 6 വരെ ഈ വഅള് പരമ്പരയുടെ പതിവുണ്ട്. അൽഹംദുലില്ലാ, ഇനിയും നമുക്ക് ദിവസങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്ഥാപനത്തിന്റെ എല്ലാ കാര്യങ്ങൾക്കും അല്ലാഹു റാഹത്ത് നൽകുമാറാവട്ടെ, എല്ലാ കാര്യത്തിനും അല്ലാഹു വിജയം നൽകുമാറാവട്ടെ. അലിക്കുഞ്ഞ് ഉസ്താദ് ഇന്ന് സമസ്ത എന്ന പേരിൽ എത്ര സംഘടനകളുണ്ടെങ്കിലും അതിൽ ഏറ്റവും പ്രായം ചെന്ന, ഏറ്റവും പഴക്കമുള്ള നേതൃത്വം അത് അലിക്കുഞ്ഞ് ഉസ്താദാണ്. അല്ലാഹു തആല ബഹുമാനപ്പെട്ടവർക്ക് ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ 50 വർഷം പൂർത്തിയാക്കാൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്ന പണ്ഡിതനാണ്, നേതൃത്വമാണ് ബഹുമാനപ്പെട്ട അലിക്കുഞ്ഞ് ഉസ്താദ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ നാട്ടിൽ ഉസ്താദിന് നിങ്ങൾക്ക് എപ്പോഴും കിട്ടുമ്പോൾ ഒരു പക്ഷേ എപ്പോഴും കാണുന്ന കാഴ്ചയിൽ നിങ്ങൾക്കതിന്റെ ഗൗരവം അറിഞ്ഞില്ലെങ്കിൽ വലിയ മഹാനാണ് കേട്ടോ. മലപ്പുറം ജില്ലയിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് ഓതിപ്പടിച്ച പരപ്പനങ്ങാടിയിലെ പനയത്ത് മഹല്ലത്തിലെ ആളുകൾ ഇപ്പോഴും റമളാനു ശരീഫിൽ വല്ലപ്പോഴുമൊക്കെ ആ മഹല്ലത്തിൽ പഴയ കാലം മുത്തഅല്ലിമായിട്ട് ബഹുമാനപ്പെട്ട അലിക്കുഞ്ഞ് ഉസ്താദ് പോയാൽ യാ റബ്ബ്, ആ നാട്ടുകാർക്ക് പെരുന്നാൾ വന്നതുപോലെയാണ് ഉസ്താദിനെ കാണുമ്പോൾ. അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ, അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഇന്ന് നമ്മൾ ജീവിക്കുന്ന കാലത്ത് മഹത്വവും ഇൽമും തഖ്വയും അതൊന്നും മനസ്സിലാക്കാതെ ആലിമീങ്ങളെ ആക്ഷേപിക്കുകയും ആലിമീങ്ങളെ കുറ്റപ്പെടുത്തുകയും ആലിമീങ്ങളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴി പറയുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ വർദ്ധിച്ചു വരുന്നുണ്ട്. ഞാൻ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളോട് നമ്മുടെ നാവുകൊണ്ട് ആലിമീങ്ങളെയും സയ്യിദന്മാരെയും ആക്ഷേപിക്കാൻ ഒരിക്കലും നിൽക്കരുത്. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് അള്ളാഹു ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ് അള്ളാഹു പദവി കൂട്ടിക്കൊടുക്കട്ടെ. പടച്ചവനെ, ബഹുമാനപ്പെട്ട താജുൽ ഉലമായ ഉള്ളാളത്ത് തങ്ങൾ പാപ്പ അള്ളാഹു ദറജ ഏറ്റിക്കൊടുക്കട്ടെ. എം.എ. ഉസ്താദ് അള്ളാഹുവെ നീ പദവി കൂട്ടിക്കൊടുക്കണേ. അള്ളാഹ് അടുത്ത ദിവസം ചെറിയ പ്രായത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ ആളാണ് ബഹുമാനപ്പെട്ട പൊസോട്ട് തങ്ങളവകൾ സയ്യിദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി. അല്ലാഹുവേ, അവിടുത്തെ ദറജ നീ ഏറ്റിക്കൊടുക്കണേ. അല്ലാഹ് അവിടുത്തെ ഭാര്യ മക്കൾക്ക് നീ സമാധാനം കൊടുക്കണേ. അല്ലാഹ് അവിടുത്തെ ആ മക്കാമിൽ നടക്കുന്ന സ്വലാത്ത് എല്ലാ മാസവും ഉണ്ട്. ഈ മാസം 18-ന് 28-ന് ഇൻഷാ അല്ലാഹ് ഞാനും ആ പരിപാടിയിൽ സംബന്ധിക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ ഓർമ്മപ്പെടുന്നത്, ജീവിച്ചിരിപ്പുള്ള പണ്ഡിത ശ്രേഷ്ഠരിൽ ഏറ്റവും ലോകം അറിയപ്പെടുന്ന നേതൃത്വം ബഹുമാനപ്പെട്ട ശൈഖുനാ കാന്തപുരം ഉസ്താദ് അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. അലിക്കുഞ്ഞ് ഉസ്താദ് അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. സുലൈമാൻ ഉസ്താദ് അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ.
വലിയ മഹാന്മാരാണ്. ആ വലിയ വലിയ മഹാന്മാരെയൊക്കെ നമ്മൾ ആക്ഷേപം പറയും. ചെറിയ കുട്ടികളൊക്കെ അങ്ങനെ ഇരുന്നിട്ട് EKAP എന്നൊക്കെ പറയുന്നത് കേട്ടാൽ നമ്മൾ വിചാരിക്കും ഇവരെ കൂടെ LKG ക്ലാസ്സിൽ പഠിച്ച ആൾക്കാരാണ്. കേരളം കണ്ട സുന്നത്ത് ജമാഅത്തിന്റെ വാഴലീങ്ങളിൽ ഏറ്റവും പ്രഗത്ഭനായി ജീവിച്ചിരിപ്പുള്ള ഒരാളാണ് വൈലിത്തറ മുഹമ്മദ് കുഞ്ഞി മൗലവി. അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. വൈലിത്തറ എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഞങ്ങളൊക്കെ നന്ദിയിൽ പഠിക്കുന്ന കാലത്ത് എപ്പോൾ കണ്ടാലും നന്ദിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് എന്ന് പറഞ്ഞാൽ അല്ലാമ അവിടെ ഇല്ലേ എന്നേ ചോദിക്കൂ. അല്ലാമ അവിടെ ഇല്ലേ എന്നേ ചോദിക്കൂ. ഇപ്പോ നമ്മളൊക്കെ എവിടെ വെച്ച് കണ്ടാലും ബഹുമാനപ്പെട്ടവർ AP ഉസ്താദിനെ കുറിച്ച് ചോദിക്കുമ്പോൾ സുൽത്താനുൽ ഉലമ അവിടെ ഇല്ലേ എന്നേ ചോദിക്കുള്ളൂ. AP ഉസ്താദ് ഇല്ലേ, അല്ലെങ്കിൽ AP അവിടെ ഇല്ലേ, അല്ലെങ്കിൽ കാന്തപുരം അവിടെ ഇല്ലേ, അങ്ങനെ ചോദിക്കാറില്ല. സുൽത്താനുൽ ഉലമ അവിടെ ഇല്ലേ, അല്ലാമ അവിടെ ഇല്ലേ. മഹാന്മാർക്കേ മഹാന്മാരെ അറിയുള്ളൂ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ വലിയ വലിയ പണ്ഡിതന്മാരും മഹാന്മാരുമായ ആളുകളെ ആക്ഷേപിക്കാനും ചീത്ത വിളിക്കാനും കൂക്കി വിളിക്കാനും പരിഹസിക്കാനും വാട്സപ്പുകളും അതുപോലെ തന്നെ വൈഫൈയും മറ്റുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പണ്ഡിതന്മാരെന്ന് പറയുന്ന ആളുകൾ പോലും മെനക്കെടുന്ന ഒരു കാലഘട്ടമാണ്. അല്ലാഹുവേ നീ കാക്കണം റഹ്മാനെ. ബഹുമാനപ്പെട്ട അലിക്കുഞ്ഞ് ഉസ്താദിന്റെ ഒക്കെ മനസ്സ് വേദനിപ്പിക്കുന്ന രൂപത്തിൽ ഒരു വാക്ക് ആരുടെ നാവിൽ നിന്ന് വന്നാലും ഇന്നല്ലെങ്കിൽ നാളെ ആ പരിഹാസത്തിന്റെ ഫലം ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ അവരനുഭവിക്കേണ്ടി വരും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. വളരെ ഗൗരവത്തിൽ ഓർത്തോളൂ. അതെന്താ, പഴയ തലമുറയിലെ മഹാന്മാര് അവരൊന്നും ഒരു തെറ്റും കുറ്റവും ഇല്ലാതെ, ഒരു കറാഹത്ത് പോലും ചെയ്യാതെ വളരെ സാത്വികരായി ജീവിച്ചു പോരുന്ന ആളുകളാണ്. എത്രയാണ് അവരൊക്കെ ദർസ് നടത്തിയത്, എത്ര ആലിമ്യങ്ങളാണ് വാർത്തെടുത്തത്. ഈ വടക്കൻ കേരളത്തിൽ അലിക്കുഞ്ഞുസ്താദിനുള്ള അത്ര ശിഷ്യന്മാർ ഇവിടെ മറ്റേതെങ്കിലും ഒരു പണ്ഡിതൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്ര വലിയ ആളാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെയുള്ള മഹാന്മാരുടെ ഒരു തണല്, ആ തണലാണ് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ, നമ്മുടെ ഈമാന്റെ സുരക്ഷിതത്വം. അൽഹംദുലില്ലാഹ്, ആ തണൽ മരമായ അലിക്കുഞ്ഞുസ്താദിന്റെ ഈ ലത്തീഫിയ എന്ന സ്ഥാപനം ഇത് വളരെയധികം പുരോഗതിയിലേക്ക് കൊണ്ടുപോകാൻ പല പദ്ധതികളും ഇനിയും നമുക്ക് നടപ്പാക്കണം. ഉസ്താദ് ആലോചിച്ചിട്ടുണ്ട്. അള്ളാഹു വിജയിപ്പിക്കുമാറാവട്ടെ. ഉസ്താദിന്റെ ആ സന്തോഷമുള്ള ഹയാത്ത് കാലം നമ്മളോടൊപ്പം ഉള്ളപ്പോൾ പ്രവർത്തകരെ, ഉമ്മമാരെ നാം നല്ല പോലെ ഉത്സാഹിക്കുക. അപ്പൊ അള്ളാഹു തആല എന്ത് ചെയ്യും? അർഹമായ പ്രതിഫലം നമുക്ക് നൽകുകയും അള്ളാഹു തആല അതിന്റെ വഴി തെളിയിച്ചു തരികയും ചെയ്യും. ഉസ്താദിന്റെ വലിയൊരു ആശയപ്പെട്ട് നമ്മൾ തുടങ്ങിയിരിക്കുന്ന ഒരു സ്ഥാപനം, മദ്രസയുടെ പഠനവും സ്കൂൾ പഠനവും ഒരുമിച്ച് നൽകുന്നതിന് ആവശ്യമായ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ കെട്ടിടത്തിന്റെ പണി നടക്കുകയാണ്. അല്ലാഹു തആല അഭിവൃദ്ധി നൽകുമാറാവട്ടെ. പടച്ചവനെ, ദീനി സ്ഥാപനം നടക്കുമ്പോൾ നിങ്ങളെല്ലാവരും അതിന്റെ സമയത്തിനനുസരിച്ച് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് കൊടുത്ത് സഹകരിക്കണം. ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ ഉസ്താദുമാര് പറഞ്ഞപ്പോൾ കൊടുത്ത ആളുകളാണ് നിങ്ങളെല്ലാവരും. അപ്പൊ നമ്മളൊക്കെ ഉത്സാഹിക്കുക. ഒരു മദ്രസ അതല്ലെങ്കിൽ ഒരു അങ്ങനത്തെ സ്ഥാപനം എന്ന് പറയുമ്പോൾ മുത്തുനബി പഠിപ്പിച്ച 3 ഇദാ മാത്തൽ ഇൻസാനു ഇൻഖതഅമലുഹു ഇല്ലാ മിൻ സലാത്ത്. ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ 3 കാര്യം ഒഴിച്ച് ബാക്കിയൊക്കെ കഴിയും. ഏതാണ്? ഒന്ന് സദഖത്തുൻ ജാരിയ, നിശ്ചലമാകാത്ത സദഖ, അസ്തമിക്കാത്ത സദഖ. ആ ജാരിയായ സദഖയാണ് ഈ സ്ഥാപനങ്ങളുടെ കെട്ടിടം, ആ സ്ഥാപനത്തിന് വഖഫ് ചെയ്ത ഭൂമി. ഔ വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു. കണ്ടോ, ഇവിടെ പഠിക്കുന്ന കുട്ടികൾ ആരാ? മാതാപിതാക്കൾക്ക് ഉപകരിക്കുന്ന മക്കളെ വാർത്തെടുക്കുകയാണ്. ഏത് മുഖേന വാർത്തെടുക്കുന്നത്? ഇൽമുൻ യുന്തഫഉ ബിഹി, ഉപകാരപ്രദമായ ഇൽമു. ആ ഹദീസിൽ പറഞ്ഞ 3 ആണ് ഒരു ശരീഅത്ത് കോളേജ്, ആ ഹദീസിൽ പറഞ്ഞ 3 ആണ് ഒരു ദഅവ കോളേജ്, ആ ഹദീസിൽ പറഞ്ഞ 3 ചേർന്നതാണ് ഒരു മദ്രസ. അപ്പോ
ഒരു സ്ഥാപനത്തിന് വേണ്ടി നമ്മൾ സഹായിക്കുക എന്ന് പറയുമ്പോൾ അത് മൂന്നും ഒരുമിച്ച് ലഭിക്കും. അത് ഈ ഹാജാ തങ്ങളുടെ ആണ്ടിന്റെ സമയത്താകുമ്പോൾ, മുത്തുനബിയുടെ ഏറ്റവും ശ്രേഷ്ഠമായ മിഅ്റാജിന്റെ മാസത്തിലാകുമ്പോൾ അതിന്റെ ശ്രേഷ്ഠത കൂടി വരിക. റജബുൻ ശഹ്റുല്ലാഹ് വ ശഅബാനു ശഹ്രി വ റമളാനു ശഹ്റു ഉമ്മത്തി സദഖ റസൂലുള്ളാഹി. റിയാദുസ് സാലിഹീൻ അത് രേഖപ്പെടുത്തിയിട്ട് അതിന്റെ ദലീലുൽ ഫാലിഹീൻ എത്രയോ അത് വിശദീകരിച്ചിട്ടുണ്ട്. എന്താണ് റജബുൻ ശഹ്റുല്ലാഹ്, എന്താണ് ശഅബാനു ശഹ്രി, എന്താണ് റമളാനു ശഹ്റു ഉമ്മത്തി. ബഹുമാനപ്പെട്ട മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണും. ഒരു കൃഷി ഇറക്കുന്ന ആള് കൃഷിക്ക് വേണ്ടി ഭൂമി പാകപ്പെട്ട് വിത്തിറക്കുക. വിത്ത് ഇറക്കിക്കഴിഞ്ഞാൽ അതിന് കായ്ക്കനികൾ ഇങ്ങനെ വരുമ്പോ അത് കണ്ട് ആനന്ദിച്ച് സന്തോഷിക്കാം. അത് മൂത്ത് പഴുത്ത് പാകമാകുമ്പോൾ പറിച്ചെടുക്കാം. എന്നാൽ ആഖിറത്തിലേക്കുള്ള നിധി സമ്പാദിക്കുന്നതിന് നമ്മുടെ മനസ്സാകുന്ന കൃഷിസ്ഥലത്തെ പാകപ്പെടുത്തി റെഡിയാക്കാം. റജബുൻ ശഹ്റുല്ലാഹ്, റജബിൽ വിത്തിറക്കണം. വ ശഅബാനു ശഹ്രി, മുളച്ച് പൊങ്ങി കായ്ക്കനികൾ നിറഞ്ഞു നിൽക്കണം. റമളാനു ശഹ്റു ഉമ്മത്തി, മൂത്ത് പഴുത്ത് പാകമായിട്ട് അത് പറിച്ചെടുത്തുകൊണ്ട് സമ്പാദിക്കണം. അതാണ് റമളാൻ. റജബ്, ശഅബാൻ, റമളാൻ. അല്ലാഹു തആല കൂട്ടത്തിൽ നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ, നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് അവസരങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് വീണ്ടും പറയാം എന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കും. ഒരു 10 ദിക്റ് വേണ്ടിക്കൊണ്ട് നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. ഒരുമിച്ച് ദിക്റ് ചൊല്ലണം. അതിന് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ ശ്രേഷ്ഠതയുണ്ട്. സഹോദരിമാരെല്ലാവരും ഒരുമിച്ച് ചൊല്ലുക. അള്ളാഹു തആല നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു അല്ലാഹു അല്ലാഹ്, അല്ലാഹു അല്ലാഹു അല്ലാഹ്, അല്ലാഹു അല്ലാഹു അല്ലാഹ്. يا رحمن يا الله، يا رحيم يا الله، يا مؤمن يا الله، يا مهيمن يا الله، يا عزيز يا الله، يا ودود يا الله، يا لطيف يا الله، يا وهاب يا الله، يا فتاح يا الله، يا رزاق يا الله. لا إله إلا الله، 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 لا إله إلا الله. محمد رسول الله صلى الله عليه وسلم. عليها نحيا وعليها نموت وعليها نبعث إن شاء الله. ഹാജാ തങ്ങൾ ഉൾപ്പെടെ താജുലുലമയും MA ഉസ്താദും പൊസോട്ട് തങ്ങളും അടക്കം നമ്മുടെ മഹാന്മാർക്കെല്ലാം നിയത്ത് ചെയ്യാം. നമ്മുടെ മാതാപിതാക്കൾ, കുടുംബങ്ങൾ, മരണപ്പെട്ടുപോയ എല്ലാവരെ ഖബറിലേക്കും അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الراحمين يا الله، مالك الملوك يا الله، ഖാലിഖും റാസിഖുമായ അല്ലാഹ്, ഈമാനിന് സുരക്ഷിതത്വം നൽകണേ അല്ലാഹ്, ഈമാനിന് കാവലാകണേ അല്ലാഹ്, ഈമാൻ യഖീനിലേക്ക് ഉയർത്തണേ അല്ലാഹ്, തഖ്വ നൽകണേ അല്ലാഹ്, ഇഖ്ലാസ് നൽകണേ അല്ലാഹ്, ഇസ്സത്ത് നൽകണേ അല്ലാഹ്,
റാഹത്ത് നൽകണേ അല്ലാ, നിഅമത്ത് നൽകണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ, അപകടങ്ങളെ കാക്കണേ അല്ലാ, ആഫത്തുകളെ തടുക്കണേ അല്ലാ, മുസീബത്തുകളെ തട്ടിമാറ്റണേ അല്ലാ, ഫിത്നകളിൽ നിന്ന് കാവൽ നൽകണേ അല്ലാ. അല്ലാ സാഹിരീങ്ങളെ സിഹർ കാക്കണേ അല്ലാ, ളാലിമീങ്ങളെ ദുൽമ് കാക്കണേ അല്ലാ, ഹാസിദീങ്ങളെ ഹസദ് കാക്കണേ അല്ലാ, അല്ലാ അദുവീങ്ങളെ അദാവത്ത് കാക്കണേ അല്ലാ. അർഹമുർറാഹിമീനായ അല്ലാ, ഞങ്ങളാക്കി പോറ്റി വളർത്തിയ മാതാപിതാക്കളെ പൊരുത്തം നൽകണേ അല്ലാ, ഉസ്താദുമാരുടെ പൊരുത്തം നൽകണേ അല്ലാ, മശായിഖുമാരുടെ പൊരുത്തം നൽകണേ അല്ലാ. അല്ലാ മരിച്ചുപോയ മശായിഖുമാരുടെ ദറജ ഏറ്റണേ അല്ലാ, ഉസ്താദുമാരിൽ മരിച്ചവരുടെ ദറജ ഏറ്റണേ അല്ലാ. വഫാത്തായി ഖബറിൽ കിടക്കുന്ന മാതാപിതാക്കൾക്ക് മാപ്പ് നൽകണേ അല്ലാ, പുറത്തു കൊടുക്കണേ അല്ലാ. അവരെ ഖബർ ജീവിതം നീ സന്തോഷമാക്കണേ അല്ലാ. അവരുടെ നിക്കാറിന് തിന്മകളെ മായ്ച്ചു കളയണേ അല്ലാ, നന്മകളെ നിറക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ രക്തബന്ധത്തിലും വിവാഹബന്ധത്തിലും സ്നേഹബന്ധത്തിലും പലരും മരിച്ചുപോയി റഹ്മാനെ. അവരൊക്കെ ഖബർ നീ സ്വർഗതോപ്പാക്കണേ അല്ലാ, അവരെ ഖബറുകളെ നീ പ്രകാശിപ്പിക്കണേ അല്ലാ. അർഹമുർറാഹിമീനായ റബ്ബേ, വളരെ പെട്ടെന്ന് മരിക്കുന്നവരുണ്ട്, ഞങ്ങളെ നീ പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ലാ. ഞങ്ങളെ മക്കളെ യതീമുകളാക്കല്ലേ അല്ലാ, ഞങ്ങളെ ഭാര്യമാരെ വിധവകളാക്കല്ലേ അല്ലാ. വിധവകളെയും യതീമക്കളെയും പാവപ്പെട്ടവരെയും സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് കഴിവ് നൽകണേ അല്ലാ. ഞങ്ങൾ ഈ ലത്തീഫിയ സ്ഥാപനത്തിന് നീ അഭിവൃദ്ധി നൽകണേ അല്ലാ, നീ ഉയർച്ച നൽകണേ അല്ലാ, നീ വളർച്ച നൽകണേ അല്ലാ, നീ ഇസ്സത്ത് നൽകണേ അല്ലാ. ഇതിന് നീ ഉത്തരോത്തരം ഉയർത്തണേ അല്ലാ. അജ്മീർ ഖാജാ തങ്ങളെ ഹക്ക് കൊണ്ട് ഇതിന് നീ ഉയർച്ച നൽകണേ അല്ലാ. ഇതിന്റെ കെട്ടിടങ്ങളെ പദ്ധതിയൊക്കെ നീ പൂർത്തീകരിക്കണേ അല്ലാ. ഇതിന്റെ വിപുലമായ പ്ലാനുകളൊക്കെ നീ പൂർത്തീകരിക്കണേ അല്ലാ. അർഹമുർറാഹിമീനായ അല്ലാ, ഞങ്ങൾ അലിക്കുഞ്ഞുസ്താദിന് ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ഞങ്ങളെ ആലിമീങ്ങൾക്കൊക്കെ ദീർഘായുസ് നൽകണേ അല്ലാ. സുന്നത്ത് ജമാഅത്തിൽ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണേ അല്ലാ. ക്യാൻസർ നൽകല്ലേ അല്ലാ, അറ്റാക്ക് നൽകല്ലേ അല്ലാ, ട്യൂമർ നൽകല്ലേ അല്ലാ, ഡയാലിസിസ് ചെയ്യേണ്ട രോഗം തരല്ലേ അല്ലാ. പടച്ചവനെ, ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ഞങ്ങളെ ഭാര്യമാരും മക്കളും കുടുംബജീവിതം ഐശ്വര്യത്തിലാക്കണേ അല്ലാ. ഖുർആൻ ഓതുന്നവരാക്കണേ അല്ലാ, നിസ്കരിക്കുന്നവരാക്കണേ അല്ലാ. അർഹമുർറാഹിമീനായ അല്ലാ, സാധുക്കളായ ഞങ്ങൾക്ക് എല്ലാവിധ ഇസ്സത്തും നൽകണേ അല്ലാ. മരിക്കുന്നതിന് മുമ്പ് കഅബ ശരീഫ് കാണിച്ചു തരണേ അല്ലാ. മദീന മുനവ്വറയിൽ പോകാൻ ഭാഗ്യം നൽകണേ അല്ലാ. നാളെ ആഖിറത്തിൽ ഞങ്ങളെല്ലാം ഒരുമിച്ച് കൂടുമ്പോ മുത്തുനബിയുടെ ശഫാഅത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. പാലിനേക്കാൾ വെളുത്തതും തേനിനേക്കാൾ മധുരമുള്ളതുമായ ഹൗദുൽ കൗസർ കുടിപ്പിക്കണേ അല്ലാ. പടച്ചവനെ, ഞാൻ താമസിക്കുന്ന നിലമ്പൂരിൽ ക്രിസ്ത്യൻ മിഷനുകളുടെ പ്രവർത്തന ഏരിയയാണ്. അവിടെ ഞങ്ങൾ നടത്തുന്ന മജ്മഅ എന്ന സ്ഥാപനമുണ്ട്. യതീമക്കളും പാവപ്പെട്ട മക്കളും ദഅവാ കോളേജ് മക്കളും റബ്ബേ, ആ സ്ഥാപനത്തിന് നീ ഉയർച്ച നൽകണേ അല്ലാ, അഭിവൃദ്ധി നൽകണേ അല്ലാ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. ഓരോരോ ചാക്ക് സിമന്റിന്റെ പൈസ അധികം വേണ്ട, ഞാൻ വന്നല്ലോ, അപ്പൊ എന്റെ വകയിലും നമ്മൾ ആ ബിൽഡിങ്ങൊക്കെ ഒന്ന് കൊടുക്കാൻ ഓരോരോ ചാക്ക് സിമെന്റിന്റെ പൈസ അത് നിങ്ങളെല്ലാവരും തരണം. ബിസ്മില്ലാ, എല്ലാവരും വരും. ചിലപ്പോ ചില ആൾക്കാരടുത്ത് ഒരു ചാക്കിന്റെ പൈസ തികഞ്ഞില്ലെങ്കിൽ ബാക്കി നമുക്ക് പിന്നെയും കൊടുക്കാം. അല്ലാഹു തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. എല്ലാവരും വരും. ഒരു ചെറിയ സംഭാവന, ഒരു മുസാഫഹത്ത് ചെയ്യുമ്പോ നിങ്ങളും ഞാനുമായിട്ട് ഒന്ന് അടുത്തു, ഒന്ന് സന്തോഷിച്ചു. അല്ലാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ, അല്ലാഹു റാഹത്ത് നൽകുമാറാവട്ടെ. صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. എല്ലാവരും കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്തു പോവുക. صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه
وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. ബഹുമാനികളെ, നാളെ നമുക്ക് പ്രഭാഷണം നടത്തി തരുന്നത് അനുഗ്രഹീത പ്രഭാഷകൻ അഹമ്മദ് മിസ്ബാഹി ഓട്ടപ്പടവ് അവറുകളാണ്. ദുആക്ക് നേതൃത്വം നൽകുന്നത് പ്രഗത്ഭനായ പണ്ഡിതൻ ബഹുമാനപ്പെട്ട സയ്യിദ് ജലാലുദ്ദീൻ അൽ ബുഖാരി മദ്ഹർ അവറുകളാണ്. കൃത്യം 8 മണിക്ക് തന്നെ പരിപാടി ആരംഭിക്കുമെന്ന് അറിയിക്കുന്നു. എല്ലാവരും നേരത്തെ എത്തണമെന്ന് അറിയിക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് വളരെ പ്രയാസമനുഭവിച്ച് വലിയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി വളരെ പ്രൗഢമായ പ്രഭാഷണം നടത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട കേരള മുസ്ലിം ജമാഅത്തിന്റെ സംസ്ഥാന നേതാവ് എന്നതായ കൂട്ടമ്പാറ ഉസ്താദ് അവറുകൾക്ക് സ്ഥാപനത്തിന്റെ 1000 നന്ദി ആശംസിക്കുകയാണ്. ഇവിടെ ഒരുമിച്ചുകൂടി എല്ലാവർക്കും നന്ദി ആശംസിച്ചുകൊണ്ട് 3 സ്വലാത്തോടെ നിർത്തുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم